ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ മക്കം ഫതഹായ ശേഷം, മക്ക കീഴടങ്ങിയ ശേഷം അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികളുമായി വലിയ സൈനിക ആധിപത്യത്തോടുകൂടെ മക്കയെ സമീപിക്കുന്ന സന്ദർഭത്തിൽ കഅബ തവാഫ് ചെയ്തു. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബ തവാഫ് ചെയ്തു കഴിഞ്ഞിട്ട് ഇനി കഅബയിലേക്ക് കടക്കണം. ഹബീബായ നബി തങ്ങൾക്ക് കഅബ തുറന്നു കൊടുക്കണം. ആ സമയത്ത് കഅബയുടെ പരിചാരകനായിരുന്ന ഉസ്മാൻ ഇബ്നു ത്വൽഹത്ത് ഇബ്നു അബ്ദുദ്ദാർ എന്ന് പറയുന്ന മനുഷ്യൻ, അയാൾ മുസ്ലിം അല്ല, പക്ഷെ അയാളാണ് കഅബ പരിചരിക്കുന്നത്. കഅബ വൃത്തിയാക്കുന്നത് അദ്ദേഹമാണ്. കഅബയുടെ താക്കോല് സൂക്ഷിക്കുന്നത് ഉസ്മാൻ ഇബ്നു ത്വൽഹയാണ്. അയാളുടെ കയ്യിലാണ് താക്കോല്. മക്കം ഫതഹായ ശേഷം കഅബ തവാഫ് ചെയ്യുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തവാഫ് കഴിഞ്ഞാൽ ഇനി കഅബയിൽ ഒന്ന് കയറണം. അതിന് കഅബയുടെ വാതിൽ തുറക്കണം. അയാളോട് മഹാന്മാരായ സ്വഹാബത്ത് താക്കോല് ചോദിച്ചു. എത്രത്തോളം സയ്യിദുന അലി റളിയല്ലാഹു അൻഹു അയാളുടെ കയ്യിൽ നിന്നും തട്ടിപ്പറിക്കാൻ ചാടിക്കയറി എന്നാണ് പറയുന്നത്. എന്തിനാണ് താക്കോല്? ഹബീബായ നബി തങ്ങൾക്ക് കഅബയുടെ അകത്തേക്ക് കടക്കണം. അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടിയിട്ട് കഅബയുടെ താക്കോല് ചോദിച്ചപ്പോ അയാള് പറഞ്ഞു, ഞാൻ താക്കോല് തരില്ല. കാരണം ലൗ അലിംതു അന്നഹു റസൂലുള്ളാഹി മാ ലം അംനഉഹു, ഞാൻ താക്കോല് തരില്ല. കാരണം ഈ മനുഷ്യൻ അള്ളാന്റെ റസൂലാണെന്ന് നിങ്ങൾ പറയുന്നത് ഞാൻ വിശ്വസിക്കണമല്ലോ. എനിക്ക് വിശ്വാസമല്ല. ഞാൻ ഈ മനുഷ്യനിൽ അള്ളാഹുവിന്റെ നബിയാണെന്നുള്ള വിശ്വാസം അർപ്പിക്കാത്തത് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് താക്കോല് തരൂല. ഇങ്ങോട്ട് ഞാൻ പൂർണ്ണമായും ബോധ്യമാവാത്ത ആരെയും പ്രവേശിപ്പിക്കാറില്ല, അതുകൊണ്ട് ഞാൻ തരൂല എന്ന് പറഞ്ഞു ഉസ്മാൻ ഇബ്നു ത്വൽഹത്ത് ഇബ്നു അബ്ദുദ്ദാർ എന്ന് പറയുന്ന മനുഷ്യൻ കഅബയുടെ താക്കോല് കൊടുത്തില്ല. ഫലവാ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു യദഹു, മഹാനായ അലി റളിയല്ലാഹു അൻഹു ആ മനുഷ്യന്റെ നേരെ കൈ നീട്ടി താക്കോല് തരണേ. അലി റളിയല്ലാഹു അൻഹു അയാളിൽ നിന്നും പിടിച്ചു പറിച്ചു താക്കോല് വാങ്ങി കഅബ തുറന്നു. ഹബീബായ നബി തങ്ങൾ കഅബയുടെ അകത്തേക്ക് കയറി. കഅബയുടെ അകത്ത് ഹബീബായ നബി തങ്ങൾ 2 റക്അത്ത് നിസ്കരിച്ചു. എന്നിട്ടോ അല്ലാഹുവിന്റെ ഹബീബ് പുറത്തു വന്ന ശേഷം മഹാന്മാരായ സ്വഹാബത്ത് എല്ലാവരും വല്ലാതെ പ്രകോപിതരായി നിൽക്കുകയാ. റസൂലുള്ളാഹി ഉള്ളതിന്റെ പേരിൽ ആരും ഒന്നും ചെയ്യാത്തത്, അല്ലെങ്കിലോ ഉസ്മാൻ ഇബ്നു ത്വൽഹ എന്ന് പറയുന്ന നിഷേധിയായ മനുഷ്യനെ അവിടെ വെച്ച് കൈകാര്യം ചെയ്യാൻ സ്വഹാബിക്ക് കഴിയും. മഹാന്മാരായ സ്വഹാബത്ത് അച്ചടക്കത്തോടുകൂടെ ഹബീബിനെ മാനിച്ചുകൊണ്ട് മിണ്ടാതിരിക്കുമ്പോൾ മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉസ്മാൻ ഇബ്നു ത്വൽഹയോട് പറയാണ്, അല്ലയോ ഉസ്മാൻ ഇബ്നു ത്വൽഹ, നീ കൈവശം വെച്ചിരിക്കുന്ന ഈ താക്കോലുണ്ടല്ലോ, ഇന്ന് മുതൽക്ക് മക്കം ഫതഹായ വിവരം നീ അറിഞ്ഞിട്ടില്ലേ? അത് മുസ്ലിമീങ്ങളുടെ നേതാവിന്റെ കയ്യിലേക്ക് കൊടുക്കണേ, തിരിച്ചു കൊടുക്കണം താക്കോല്. ഉസ്മാൻ ഇബ്നു ത്വൽഹ പറഞ്ഞു, ഞാൻ താക്കോല് തിരിച്ചേൽപ്പിക്കൂല. അൻ യുഅതിയഹുൽ മിഫ്താഹ വയജ്മഅ ലഹു സിഖായ വസ്സദാന, ഞാൻ താക്കോല് തിരിച്ച് ഏൽപ്പിക്കൂല. ഇത് ഞാൻ ഒരു ഉത്തരവാദിത്തമായി കൊണ്ടു നടക്കുന്നതാ. പൂർവികരായ പിതാക്കളിൽ നിന്നും ഇന്ന് വരെ ഒരു വീഴ്ച കൂടാതെ കഅബ പരിചരിച്ചു പോരുന്നവനാ ഞാൻ ഇസ്ലാമിന്റെ പേരിൽ മക്കം ഫതഹായതിന്റെ പേരിൽ ഇത് തിരിച്ചേൽപ്പിക്കേണ്ടതില്ലല്ലോ. കഅബ ഭദ്രമായി ഞാൻ നോക്കുന്നുണ്ടല്ലോ. പ്രശ്നം സങ്കീർണമാകുന്ന നേരത്താണ് സൂറത്തുൻ നിസാഇന്റെ 58-ാമത്തെ ആയത്ത് അവതരിക്കുന്നത്. മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ വഇദാ ഹകംതും ബൈനൻ
الناس أن تحكموا بالعدل إن الله نعم ما يعظكم به إن الله كان سميعا بصيرا. ആ മനുഷ്യൻ ഒരു മുസ്ലിം അല്ലാഞ്ഞിട്ടും അയാളുടെ ഉത്തരവാദിത്ത ബോധത്തെ അല്ലാഹുവിന്റെ ഖുർആൻ ശരിവെക്കുകയാ. നബിയേ, താക്കോല് മുസ്ലിമീങ്ങൾക്ക് വേണ്ട നബിയേ, തിരിച്ചു കൊടുത്തേക്ക്. ഒരു അമുസ്ലിമാണേൽ പോലും അയാൾ ചെയ്തുകൊണ്ടിരുന്ന ആ പ്രവൃത്തിയുടെ ഉത്തരവാദിത്ത ബോധത്തെ പരിശുദ്ധ വഹ്യ് അംഗീകരിച്ചു. ഉത്തരവാദിത്ത ബോധം ആര് നിർവഹിച്ചാലും മതഭേദമന്യേ അത് അംഗീകരിക്കണമെന്ന് പഠിപ്പിക്കുന്നതാ പരിശുദ്ധമായ ഖുർആന്റെ അധ്യാപനം. മതഭേദമന്യേ അത് അംഗീകരിക്കേണ്ടതാ. എങ്കിൽ മതം പറയുന്ന ഉത്തരവാദിത്ത ബോധത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നാം എത്ര കണ്ട് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. മതഭേദമന്യേ ഉത്തരവാദിത്ത ബോധം നിർവഹിക്കുന്ന ആളെ അംഗീകരിച്ച അല്ലാഹുവിന്റെ ഖുർആനിന്റെ അധ്യാപനത്തെ ആ മനുഷ്യൻ അത്ഭുതത്തോടുകൂടെ കാതോർക്കുന്നു. നിശബ്ദ നിർഭരമായ സ്വഹാബി വൃന്ദത്തിന്റെ ഇടയിലേക്ക് ഉസ്മാൻ ഇബ്നു തുൽഹ എന്ന് പറയുന്ന മനുഷ്യൻ കടന്നു വന്നുകൊണ്ട് ഹബീബിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് ഉറക്കെ പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഇന്നു മുതൽക്ക് നിങ്ങളുടെ കൂടെയാണ്. ഞാൻ ഇന്നു മുതൽക്ക് നിങ്ങളുടെ കൂടെയാണ്. ഉത്തരവാദിത്ത ബോധത്തെക്കുറിച്ച് ഈ മതത്തിൽ ഇത്രയും ആഴമേറിയ പഠനം ഉണ്ടെങ്കിൽ ഈ മതത്തിൽ ഞാൻ ഇന്നു മുതൽ അംഗമാണ്. ഉസ്മാൻ ഇബ്നു തുൽഹ കലിമ ചൊല്ലി. അപ്പോഴുണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം വീണ്ടും ഇറങ്ങി വന്നു. എന്നിട്ട് പറഞ്ഞു, നബിയേ, അന്ന സിദാനത ഫീ ഔലാദി ഉസ്മാന അബദാ. ഖിയാമത്ത് നാൾ വരെ പരിശുദ്ധമായ കഅബയുടെ പരിചാരകൻ എന്നത് ഉസ്മാൻ ഇബ്നു തുൽഹയുടെ കുടുംബത്തിന് അവകാശപ്പെട്ടതാണെന്ന് അല്ലാഹുവിന്റെ പ്രഖ്യാപനം നബിയെ സയ്യിദുനാ ജിബ്രീൽ. നിങ്ങൾക്കറിയുമോ, ഈ കാലഘട്ടത്തിലെ ജീവിതത്തെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. നമുക്ക് പറയാൻ കഴിയുമല്ലോ, 22 വയസ്സിൽ കല്യാണം കഴിച്ചവർ ഒരു പക്ഷെ എന്നെ കേൾക്കുന്ന ഉപ്പമാരിലുണ്ടാവും. 22 വയസ്സിൽ കല്യാണം കഴിച്ചു, 23-ാമത്തെ വയസ്സിൽ മക്കളുടെ ഉപ്പയായി. അല്ലെങ്കിൽ പറയാമല്ലോ, എന്റെ വാപ്പ വളരെ ചെറുപ്പത്തിലെ ഞങ്ങളെ യതീമാക്കിയിട്ട് മരിച്ചുപോയതാ. വാപ്പ മരിച്ച ശേഷം 5 സഹോദരിമാരുടെ വിവാഹം ഞാനാണ് നടത്തി കൊടുത്തിട്ടുള്ളത്. എന്റെ സഹോദരിമാരുടെ വിവാഹവും നടത്തി, എന്റെ കല്യാണവും കഴിഞ്ഞ് എന്റെ അനുജന്മാരുടെ കല്യാണവും നടത്തി. ഞാനൊരു വീട് വെച്ചു, ഹജ്ജിന് പോയി. എന്താ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യം? ആയിരങ്ങളുടെ വരുമാനമല്ല, ഒരു പശു വളർത്തിയായിരിക്കും ഒരു പക്ഷേ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടാവാം. അല്ലെങ്കിലോ ഒരു കൈക്കോട്ട് കിളച്ചതിന്റെ പേരിലായിരിക്കും. ഈ ഒരു ചെറിയ വരുമാനത്തിൽ നിന്നുകൊണ്ട് വലിയ ഒരു ഉത്തരവാദിത്വം നിർവഹിച്ചവരായിരിക്കാം ഒരു പക്ഷേ എന്റെ മുന്നിലുള്ളത്. എന്നാൽ ഇന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മൾ വളർത്തുന്ന നമ്മുടെ മക്കൾക്ക് അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള പക്വതയില്ല, പക്ഷേ വിദ്യാഭ്യാസമുണ്ട്. എത്ര ഫ്ലുവന്റ് ആയി അവർ ഇംഗ്ലീഷ് സംസാരിച്ചാലും, എത്ര യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് അവർ ഉണ്ടാക്കിയാലും ജീവിതത്തിൽ പ്രധാനപ്പെട്ടതൊന്നും അവർക്ക് ഇല്ലല്ലോ. എന്തിനേറെ ധൈര്യമായൊരു കല്യാണം കഴിപ്പിക്കാൻ പോലും നമുക്ക് മടിയല്ലേ? ഒരു പെൺകുട്ടിയുടെ ജീവിതം അവന്റെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാ നമ്മുടെ മോനവളെ കൊണ്ട് നടക്കാ? എങ്ങനെയാ നമ്മുടെ മോളെ മറ്റൊരു അടുക്കളയിലേക്ക് പറഞ്ഞയച്ചാൽ വിവാഹം കഴിഞ്ഞ് എത്തിപ്പെടുന്ന കുടുംബത്തിലേക്ക് നാം പൊന്നുപോലെ വളർത്തിയ നമ്മുടെ പൊന്നാര മോള് ചെന്നാൽ ആ കുടുംബത്തിൽ എങ്ങനെയാവാ? ഉത്തരവാദിത്വ ബോധത്തെ കുറിച്ച് ഇന്നത്തെ തലമുറയിൽ ഒരു കാഴ്ചപ്പാടുമില്ല. എല്ലാം കളിയുടെയും ചിരിയുടെയും ലോകത്തേക്ക് മാറി നിൽക്കുന്ന കാലമല്ലേ?
ആ അർത്ഥത്തിൽ ചിന്തിച്ചാൽ പ്രായമായവർക്ക് പോലും ഇന്ന് ഉത്തരവാദിത്വ ബോധമില്ലാതെ പോവുകയാ. ആരോട് ചോദിക്കാൻ, ആരോട് പറയാൻ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഇതിനെല്ലാം റബ്ബിന്റെ മുന്നിൽ കൃത്യമായി നമ്മൾ ഉത്തരം പറയേണ്ടിയിരിക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്ന ഒരു ഹദീസ് മഹാനായ ഇമാം അഹ്മദ് അവിടുത്തെ മുസ്നദിൽ ഉദ്ധരിക്കുകയാ. ഉത്തരവാദിത്വ ബോധമില്ലാത്തവർ ലോകാവസാനത്തിന്റെ അടയാളമാ. ലോകാവസാനത്തിന്റെ പ്രധാന അടയാളമാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ സദസ്സിലേക്ക് ഒരു സ്വഹാബി കടന്നു വരികയാ. ഈ ഹദീസ് നിവേദനം ചെയ്യുന്നത് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഒരു സ്വഹാബി ഹബീബിന്റെ സദസ്സിലേക്ക് കടന്നു വരുന്നു. ഹബീബായ നബി തങ്ങൾ സ്വഹാബികളുടെ ഇടയിൽ ഇരിക്കുകയാ. ബൈനമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജാലിസുൻ യുഹദ്ദിസുൽ ഖൗമ ഫീ മജ്ലിസിഹി ഹദീഫാ. സ്വഹാബത്തിന് ഗൗരവകരമായ ഒരു ഹദീസ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ സ്വഹാബികൾ ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് ഹബീബിന്റെ അധരകുസുമത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോ റസൂലുള്ള പറയുന്നത് മാത്രം സശ്രദ്ധം കേട്ടുകൊണ്ടിരിക്കുമ്പോ ഒരു അഅ്റാബിയായ സ്വഹാബി അങ്ങ് കടന്നു വന്നിട്ട് ഹബീബിനോട് ചോദിക്കുകയാ. അഅ്റാബി എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിൻപുറത്തുകാരൻ. വലിയ സംസ്കാരങ്ങളൊന്നും അദ്ദേഹത്തിന് അറിയില്ല, വലിയ പരിഷ്കാര ചിന്തയില്ല, ഒരു സാധാരണക്കാരനായ സ്വഹാബിയാണ്. വലിയ വിദ്യാഭ്യാസമുള്ള ആളൊന്നുമല്ല. ഒരു സദസ്സിലേക്ക് കടന്നു വന്നാൽ അതിന്റെ മാന്യതയെ കുറിച്ച് വലിയ ഗ്രാഹ്യമുള്ള ആളല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾക്ക് ഗൗരവകരമായ ഒരു ഹദീസ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ അഅ്റാബിയായ സഹോദരൻ വന്നുകൊണ്ട് ഒരു മുഖവുരയുമില്ലാതെ ചോദിച്ചു, നബിയേ മത്തസാഅത്തു യാ റസൂലല്ലാഹ്, എന്നാ നബിയേ ഖിയാമത്ത് നാള്, എന്നാ നബിയേ ഖിയാമത്ത് നാള്? ഹബീബായ നബി തങ്ങൾ മിണ്ടിയില്ല. ഒരു സദസ്സിൽ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ മൂപ്പരും കയറി വന്നിട്ട് മൂപ്പർക്ക് ഇനി ഖിയാമത്ത് നാൾ അറിഞ്ഞാൽ മതി, ബാക്കിയൊക്കെ റെഡി ആയിരിക്കാം. അല്ല നബി എന്ന ഖിയാമത്ത് നാള് അങ്ങനെ ഉണ്ടല്ലോ. സ്വഹാബികളൊക്കെ ഈ പറയുന്ന ആ വലിയ ഗൗരവകരമായ കാര്യത്തിലേക്ക് ഇങ്ങനെ ശ്രദ്ധ കൊടുത്തിരിക്കുമ്പോ ഇങ്ങേര് വന്നിട്ട് ചോദിക്കാ, അസ്സലാമു അലൈക്കും. അല്ല ഇപ്പൊ എന്നാ ഖിയാമത്ത് നാള്? ഇപ്പൊ ഉസ്താദ് ഫറായിലിന്റെ മസല പറഞ്ഞു കൊടുത്തിരിക്കുക. അപ്പുറത്തെ വീട്ടിൽ അബൂബക്കർക്ക് ആ സ്ഥലം ഇങ്ങനെ വീതിക്കണം, അങ്ങനെ വീതിക്കണം, 6-1 ഇന്ന ആൾക്ക്, 3-1 ഇന്ന ആൾക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഒരാൾ വന്നിട്ട് എന്റെ ഇടക്കേട്ട് കയറിയിട്ട് ഒന്നുമില്ലാണ്ട് ചോദിക്കുക, ഈ ഞായറാഴ്ചയാണ് മറ്റേ മുഹമ്മദ് കാട മോളുടെ കല്യാണം, ഉസ്താദിനെ വിളിച്ചിട്ടില്ലേ? ഒരു 5 മിനിറ്റ് അതിന്റെ ഇടക്കേക്കാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ ചർച്ചയുടെ ഗൗരവം അങ്ങോട്ട് പോകും. ആ മസല ചോദിക്കാൻ വന്ന ആൾക്ക് ദേഷ്യം വരും. സ്വാഭാവികമാ സ്വഹാബികൾക്ക് ദേഷ്യം വന്നു. സ്വഹാബികൾക്ക് ദേഷ്യം വന്നു. ഹബീബായ നബി തങ്ങൾ ഈ സ്വഹാബിയോട് മിണ്ടിയതുമില്ല, മറുപടി കൊടുത്തില്ല. എന്ന ഖിയാമത്ത് നാളെന്ന് ഉത്തരം പറഞ്ഞില്ല. സദസ്സിൽ ചില സ്വഹാബികൾ പിറുപിറുക്കാൻ തുടങ്ങി. അവര് പറഞ്ഞു, സമിഅ ഫകരിഹാ, റസൂലുള്ളാഹി കേട്ടിട്ടുണ്ട്, പക്ഷെ അയാൾ ചോദിച്ചത് ഇഷ്ടമാവാനിട്ടാ മറുപടി കൊടുക്കാത്തത്. ചിലര് പറഞ്ഞു, ഇല്ല ഇല്ല ബല്ലം യസ്മഅ്, ഹബീബ് കേട്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ അവിടുന്ന് മറുപടി പറയുമായിരുന്നു, പക്ഷേ ഹബീബ് കേട്ടതേയില്ല. ഗൗരവകരമായ ഹദീസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റസൂലുള്ളാഹി അങ്ങ് പൂർത്തീകരിച്ചു. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹദീസ് പൂർത്തിയായ ശേഷം ഹബീബായ നബി തങ്ങൾ സഹാബത്തിന്റെ ഇടയിലേക്ക് പ്രത്യേകം ഒന്ന് പാളി നോക്കി. എന്നിട്ട് ചോദിച്ചു, എപ്പോഴാണ് ഖിയാമത്ത് നാൾ എന്ന് ചോദിച്ചു വന്ന സ്വഹാബി എവിടെ? ഞാനൊന്ന് കാണട്ടെ. അപ്പോഴുണ്ട് ആ സ്വഹാബി ആ ചുറ്റുവട്ടത്ത് തന്നെയുണ്ട്. മഹാൻ പറഞ്ഞു, ഹാ അന യാ റസൂലല്ലാഹ്, നബിയേ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് നബിയേ.
ഞാൻ എവിടെയും പോയിട്ടില്ല നബിയേ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട് നബിയേ. മോനെ നീ ഇങ്ങ് വാ, ആരും പോവല്ലേ. എപ്പോഴാണ് ഖിയാമത്ത് നാളെന്ന ചോദ്യം ഇവിടെ ഉന്നയിച്ചിട്ടുണ്ട്. അതിന്റെ മറുപടി ഞാൻ പറയട്ടെ, കേട്ടോളൂ. ഖിയാമത്ത് നാൾ എപ്പോഴാണെന്നറിയുമോ? ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഇദാ ളുയ്യഅത്തിൽ അമാനത്തു ഫന്തളിരിസ് സാആ. ഉത്തരവാദിത്വ ബോധമില്ലാത്ത കാലമാണോ? മക്കളോട് വാപ്പാക്ക് ഉത്തരവാദിത്വ ബോധമില്ലാത്ത കാലമാണോ? കുടുംബത്തോട് ഉത്തരവാദിത്വ ബോധമില്ലാത്ത മനുഷ്യന്മാരെ കുറിച്ച് മഹല്ല് കമ്മിറ്റിയിൽ ചർച്ച വരുന്ന കാലമാണോ? കുടുംബത്തിൽ പെണ്ണുങ്ങൾക്ക് ഉത്തരവാദിത്വ ബോധമില്ലാത്ത കാലമാണോ? ഒരു കുടുംബത്തിന്റെ ദീനിയായ ചിട്ടയിൽ ഒരു പെണ്ണിന് ഉത്തരവാദിത്വ ബോധമില്ലാത്ത കാലമാണോ? മഹല്ലിനോട് ഖത്തീബിന് ഉത്തരവാദിത്വ ബോധമില്ലാത്ത കാലമാണോ? കുടുംബത്തിൽ വളർന്നു വരുന്ന മക്കൾക്ക് അവർ ഏറ്റെടുക്കേണ്ട ദൗത്യങ്ങളിൽ ഉത്തരവാദിത്വ ബോധമില്ലാത്ത കാലമാണോ? ഓർക്കുന്നുണ്ടോ പഴയ കാലത്ത് അരി പൊടിപ്പിക്കാൻ ചാക്കിൽ കെട്ടിയ ആ ചിമ്മാട് വെച്ചിട്ടുള്ളതായ പാടത്ത് വരമ്പത്തുകൂടി നമ്മൾ ഭാരമുള്ള ചുമട് ചുമന്നുകൊണ്ട് മില്ലിൽ പോയി മണിക്കൂറുകളോളം കാത്തുനിന്നത് പൊടിപ്പിച്ചു കൊണ്ടുവന്ന ആ ബാല്യമുണ്ടല്ലോ. ഇന്ന് ഏത് മക്കളായത് ഉത്തരവാദിത്വത്തോടു കൂടെ നിർവഹിക്കുക? ജീവിതത്തിൽ പുതിയ തലമുറയിൽ ഉത്തരവാദിത്വ ബോധമില്ലാത്ത ഒരവസ്ഥ നമ്മൾ കാണുന്നുവെങ്കിൽ ഒരുപാട് പഠിച്ചിട്ടും പരിഷ്കാരത്തിന്റെ ഒരുപാട് പടവുകൾ കീഴടക്കിയിട്ടോ ഉപ്പയുടെ മുന്നിൽ എങ്ങനെ വർത്തമാനം പറയണമെന്ന ബോധമില്ലാത്ത തലമുറ വന്നു കഴിഞ്ഞാൽ, പള്ളിയോട് എങ്ങനെ സമീപിക്കണമെന്ന ബോധമില്ലാത്ത തലമുറ വന്നു കഴിഞ്ഞാൽ, സമീപത്താ ഖിയാമത്ത് നാളെന്ന് ഞാനല്ല പറഞ്ഞത്, സയ്യിദുനാ റസൂലുള്ളാഹി. കേട്ട സ്വഹാബി ചോദിച്ചു, നബിയേ എങ്ങനെയാ ഒരു മനുഷ്യന് ഉത്തരവാദിത്വ ബോധമില്ല എന്നത് തിരിച്ചറിയാൻ നബിയേ? ഹബീബായ നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ തവസ്സദൽ അംറ ഗൈറു അഹ്ലിഹി. ഒരു കാര്യം കൈകാര്യം ചെയ്യാൻ അർഹതയില്ലാത്തവൻ വന്നാൽ അവിടെ ആ ഉത്തരവാദിത്വത്തിൽ വീഴ്ച വരാം. അർഹതയില്ലാത്തവൻ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് പള്ളിയുടേതാവാം, അത് ഭാര്യയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഭർത്താവായിരിക്കാം. എന്താലേ എന്റെ വീട്ടില് എന്റെ ഇക്കാടെ കല്യാണത്തിന്റെ അന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ ഒരു കൊച്ചാപ്പ വന്നിട്ട് ചോദിച്ച ആദ്യത്തെ ചോദ്യം, മോനെ നീ ഇവിടെ വന്നേ, അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ അദ്ദേഹത്തിന്, നീ സുബഹിയുടെ ജമാഅത്ത് മുടങ്ങാതെ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നവനാണോ? അതെ. എന്നാ നിനക്ക് കല്യാണം കഴിക്കാൻ പ്രായമായി എന്നാ പറഞ്ഞത്. ഒരു തമാശയായിരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്നത്തെ കല്യാണ സദസ്സുകളിലേക്ക് നോക്കൂ. ആ പുതിയാപ്പിളയുടെ ആഘോഷത്തിന്റെ ആരവങ്ങൾ കണ്ടാൽ എങ്ങനെയായി പെൺകുട്ടി അവൻ കൊണ്ട് നടക്കാം? ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് എന്തെല്ലാം കോമാളിത്തരങ്ങൾ കാണിക്കുന്നു. അല്ലാഹുവേ, നാളെ നടക്കേണ്ട ഒരു കല്യാണത്തിന്റെ മുമ്പ് സേവ് ഡേറ്റ് എന്ന് പറഞ്ഞ് വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇന്നലെ ഒരാൾ അയച്ചു തന്നു. നാളെ ആ നിക്കാഹ് നടക്കേണ്ടത് ഇൻഷാ അല്ലാഹ് 10:30 മണിക്ക് 11:30 മണിക്ക് സേവ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ സ്റ്റാറ്റസ് ഇന്നലെ വാട്സാപ്പിൽ അയച്ചു തന്നു. സുബ്ഹാനല്ലാഹ്, ഞാൻ പേടിച്ചു പോയി. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, കഴിഞ്ഞ ഞായറാഴ്ചയല്ലായിരുന്നു ആ കല്യാണം? എന്തെന്ന് വെച്ചാ അവരുടെ നിപ്പും ആ കാണിക്കലും കണ്ടു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ പോലെ. ഒരു വലിയ മാവിന്റെ കൊമ്പിൽ നിന്നും വടം കൊണ്ട് ഊഞ്ഞാല് കെട്ടിയതിന്റെ മുകളിൽ പെണ്ണിങ്ങനെ നിൽക്കാം. എന്നിട്ട് ചെറുക്കന്റെ മേത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ആ കാല് വെച്ചിട്ട് ഇങ്ങനെ ഊഞ്ഞാലാട്ടുന്ന ഒരു ആദ്യ സർക്കസിലൊക്കെ കാണിക്കുന്ന ഒരു കാണിക്കില്ല. ഫോട്ടോഷൂട്ട്, കല്യാണത്തിന് മുമ്പ് സ്റ്റാറ്റസ്, കല്യാണക്കത്ത് പോലെ. വിവാഹത്തിന് മുമ്പ് പച്ച ഹറാമ് കൊണ്ട് തുടങ്ങുന്നു. ഇത് ആരാ ഇതിന് സമ്മതം കൊടുക്കുക? നമ്മുടെ മക്കളെ ദീനിയായ രീതിയിൽ, അത് ദീനിന് വിരുദ്ധമാണ് എന്ന ഒരു ബോധം നമ്മുടെ മക്കളിൽ കൊടുക്കുക എന്ന ഉത്തരവാദിത്വം നമുക്കുള്ളത്. ഉമ്മാക്ക് മോളെ ഉപദേശിക്കാൻ യോഗ്യതയില്ല,
വാപ്പാക്ക് മകനെ ഉപദേശിക്കാനുള്ള യോഗ്യതയില്ല, പിന്നെ എങ്ങനെയാ ഉത്തരവാദിത്വം നിർവഹിക്കാം? എന്തുകൊണ്ട്? ഉമ്മാക്ക് ഒരുപാട് കാര്യങ്ങൾ ഒളിക്കാനുണ്ട്, അതിൽ പകുതിയും മകൾ അറിഞ്ഞതാ. പിന്നെ എങ്ങനെയാ മോളെ ഉപദേശിക്കാൻ ഉമ്മാക്ക് യോഗ്യത ഉണ്ടാവാ? അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ ഇമാം അഹ്മദിന്റെ മുസ്നദിലുണ്ട് ഹദീസ്, ലോകാവസാനം വെളിപ്പാടകലേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങൾ ഒരുപാടുണ്ട്. ഹബീബായ നബി തങ്ങൾ കേട്ടോളൂ, നമ്മുടെ ജീവിതത്തിൽ നാം ഓരോരുത്തരും ഓരോ മേഖലയിലും നിറഞ്ഞു നിൽക്കുന്നവരാ. ഓരോ മേഖലയിലും രാത്രി വേഷപ്രച്ഛന്നനായി യാത്ര ചെയ്ത ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കഥ കേട്ട് കളഞ്ഞതല്ലേ? ഭ്രാന്തുണ്ടോ? എന്തിനാ അങ്ങനെ ചെയ്തത്? അവരുടെ ശിരസിൽ അല്ലാഹു വെച്ച് കൊടുത്തതിന്റെ ആ ഒരു ഭാരം അവർക്കറിയാമായിരുന്നു. കേട്ടോളൂ, സ്വകാര്യമായി പലരും പലരോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുറത്തു വരുന്ന ഒരു രഹസ്യം, പരസ്യം പോലെ ആരെയും വിശ്വസിച്ച് പറയാൻ കഴിയില്ല. ഒന്നും പറഞ്ഞാൽ അത് വിശ്വസിച്ച് പറയാൻ കഴിയില്ല. അത് തൊട്ടടുത്ത സമയം എത്തേണ്ടടുത്ത് എത്തിക്കുന്നു. മനുഷ്യന്മാർക്ക് രഹസ്യം സൂക്ഷിക്കാൻ കഴിയാത്ത ഒരു കാലമല്ലേ? രഹസ്യം സൂക്ഷിക്കാൻ കഴിയാത്ത ഒരു കാലമല്ലേ ഇന്ന്? ഞാനല്ലേ എല്ലാം അങ്ങനെ രഹസ്യം നമ്മുടെ കയ്യിലുണ്ടാവും. മറ്റേ ആൾ അങ്ങനെ പറഞ്ഞത് അവസാനം അതിന്റെ അടിയിൽ പറഞ്ഞിട്ടുണ്ടാവും, ആരോടും പറയട്ടാ. നമ്മളിത് അങ്ങനെ തന്നെ അപ്പുറത്തേക്ക് ഫോട്ടോസ്റ്റാറ്റ് എടുക്കും, എന്നിട്ട് അതിന്റെ അടിയിൽ നമ്മളും കൊടുക്കും. എന്ത്? ആരോടും പറയട്ടാ, അങ്ങനെ പറഞ്ഞ അന്വേഷിച്ച്. അപ്പൊ ആരോടും പറയണോട്ടോ എന്നല്ല പറഞ്ഞ്, പറയരുത് കേട്ടോ, അതും ഉണ്ടാവും അതിന്റെ കൂടെ. അങ്ങനെ ഒരു കാലത്തല്ലേ നമ്മൾ ജീവിക്കാം. മാറ്റങ്ങൾ വരണ്ടേ? ഞാനിങ്ങനെ അതിന്റെ ചെറിയ ഓർമ്മപ്പെടുത്തലുകൾ ജീവിതത്തിൽ പലതും ഉണ്ട്. ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ. ഭാര്യയുടെ കുറ്റം ഭർത്താവ് പറയാൻ പാടില്ലാതെ പെങ്ങൾ വരുന്ന ദിവസമാണെങ്കിലും ഭർത്താവിനെ പറ്റി ഭാര്യ കുറ്റം പറയാൻ പാടില്ല. അവളുടെ വീട്ടിൽ ചെല്ലുന്ന ദിവസമാണേലും. എന്തുകൊണ്ട്? രണ്ടുപേരും ഒന്നായവരാ. മനുഷ്യരെന്ന നിലയിൽ അപാകതകളും പോരായ്മകളും പരസ്പരം ബോധ്യപ്പെട്ടവരാ. അത് പറയൽ ഹബീബായ നബി തങ്ങളുടെ ശാപം കിട്ടാൻ സാധ്യതയുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന മിൻ അഅ്ളമിൽ അമാനാത്തി ഇൻദല്ലാഹി യൗമൽ ഖിയാമ, പരലോകത്ത് വിസ്തരിക്കുന്ന ഏറ്റവും ഗൗരവകരമായ ഉത്തരവാദിത്തം ഏതാണെന്നറിയുമോ? അർറജുലാ യുഫ്ളി ഇലംറഅതിഹി വതുഫ്ളി ഇലൈഹി സുമ്മ യൻസുറു സിർറഹാ. ഒരാളോട് ചേർന്ന് നിൽക്കുമ്പോൾ അയാളുടെ എല്ലാ സ്വഭാവവും അറിയോ? അല്ലെങ്കിലും ഖുർആൻ പറഞ്ഞിട്ടുള്ളത് ഭാര്യ ഭർത്താവിന്റെ വസ്ത്രം എന്നാണ്, ഭർത്താവ് ഭാര്യയുടെ വസ്ത്രം എന്നാണ്. വസ്ത്രം എന്ന് പറഞ്ഞാൽ ഒരു സംരക്ഷണ കവചം മാത്രമല്ല, വസ്ത്രം ശരീരത്തിന്റെ രഹസ്യത്തെ അടുത്ത് അറിയുന്ന ഒരു വസ്തുവാണ്. അതാണ് ഭാര്യ ഭർത്താവിന്, ഭർത്താവ് ഭാര്യക്ക്. ആ രഹസ്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഭാര്യയുടെ കുറ്റം ഭർത്താവ് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അവളുടെ കുറവ് മറ്റൊരാളുടെ കുറവ് പറയും പോലെയല്ല, അതൊരു അമാനത്താണ്. മരണം വരെ ആ കുറവ് ഒരിടത്ത് നിരത്തേണ്ട അവസ്ഥ അള്ളാഹു വരുത്താതിരിക്കട്ടെ. അത് ചെയ്യാൻ പാടില്ല. ഇനി കേട്ടോളോ, ഇതൊരു അമാനത്തായി നമ്മുടെ മുന്നിൽ അല്ലാഹു ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ. നിക്കാഹിന്റെ മുഖപുര പറയുമ്പോൾ ഗദ്ഗദത്തോടുകൂടെ ഇടറുന്ന ശബ്ദത്തോടുകൂടെ വിതുമ്പുന്ന ചുണ്ടുകളോടുകൂടെ പെൺകുട്ടിയെ വളർത്തിയ ഉപ്പ പറയുന്ന വാക്കുകളുണ്ടല്ലോ, ഉസവ്വിജുക അലാ മാ അമറല്ലാഹു ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ. നിക്കാഹിന്റെ സദസ്സിൽ ഈ ഉത്തരവാദിത്തത്തെ കുറിച്ചൊന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അള്ളാഹുവിനെ മുൻനിർത്തിയിട്ട് നിന്നോട് പറയട്ടെ, പടച്ച റബ്ബ് കൽപ്പിച്ചതനുസരിച്ചായി ബന്ധം ഇവിടെ പുലരുന്നത്. ഈ ബന്ധത്തിന്റെ അടിസ്ഥാന സ്വഭാവം മിൻ ഇംസാകിൻ ബിമഅറൂഫ്, ജീവിതത്തിൽ നീ മാന്യത നിലനിർത്തിയിട്ട് എന്റെ മോളെ പരിചരിക്കണേ, സംരക്ഷിക്കണേ.
ഇത് വാപ്പ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ പ്രതിജ്ഞക്ക് കൈ കൊടുക്കുന്നവരാ ഓരോ പുതിയാപ്പിളയും മാന്യത നിലനിർത്തണം. ആര്? മിൻ ഇംസാകിൻ ബിമഅറൂഫ്. ലോകത്ത് ഒരു ആണാണെന്ന് പറയേണ്ടത് അവന്റെ ഭാര്യയാണ്. അവന്റെ 13 രോമം മീശ പിരിച്ചു കാട്ടിയിട്ടോ അടിച്ചമർത്തിയിട്ടല്ലോ ആണത്വം സ്ഥാപിക്കാം. അള്ളാഹുവിന്റെ ദീന് പറഞ്ഞത് ഒരു ആണ് പെണ്ണിന്റെ മുന്നിലാണാവുന്നത് ആദരവ് പിടിച്ചു പറ്റുമ്പോഴാ. അവൾക്ക് സ്വയം തോന്നണം ഇയാളെ ആദരിക്കണമെന്ന്. അങ്ങനെ തോന്നുന്നു. ആരെങ്കിലുമൊക്കെ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇക്കവരനെ കാണുമ്പോ ഇത്ത ഒന്നേനീക്കും. ഒരു 9-9:30 കഴിഞ്ഞ ശേഷമാണെങ്കിൽ ചിലപ്പോ ഇക്ക താഴ്ത്ത് ഇത്ത കസരയുടെ മുകളിലായിരിക്കും ഇരിക്കുക. ഇനി അതിന്റെ അപ്പുറത്തേക്കുള്ള കഥയൊന്നും പറയണില്ല. ഏത് പെണ്ണ് ഭർത്താവിനെ ആദരിക്കണമെന്നായി പറയുന്നത്? അതെന്തുകൊണ്ട്? അത്തിപ്പറ്റ ഉസ്താദിനെ നിങ്ങൾക്കറിയാലോ, അല്ലാഹു ഖബർ വെളിച്ചമാക്കട്ടെ. ഉസ്താദിന്റെ പ്രിയപ്പെട്ട ഭാര്യ ദുആ ചെയ്യാൻ ഉസ്താദിനോട് പറയുമായിരുന്നു, നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് മരിച്ചാൽ മതി. അങ്ങനെ പറയാ. എന്തുകൊണ്ട്? നിങ്ങളുടെ ദുആ എനിക്ക് കിട്ടൂലോ. നിങ്ങളുടെ ദുആ എനിക്ക് കിട്ടും. നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോ അല്ലാഹു എന്റെ റൂഹ് പിടിക്കാൻ നിങ്ങൾ ദുആ ഇറക്കണേ. ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ട്? നിങ്ങളുടെ ദുആ എനിക്ക് കിട്ടുമല്ലോ എന്ന് പറഞ്ഞത് നമ്മുടെ കൈവിരൽ ചൂണ്ടിയാൽ കാണാവുന്ന അകലയിൽ ജീവിച്ച മഹാനായ ശൈഖുനാ വലിയുല്ലാഹി അത്തിപ്പറ്റ മൊയ്തീൻ കുട്ടി മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ആ മഹാന്റെ കുടുംബിനി അങ്ങനെയാ പറഞ്ഞത്. അങ്ങനെ എന്നെ സംഭവിക്കുകയും ചെയ്തു. ആലോചിച്ച് നോക്കണേ, ഭാര്യ ഭർത്താവിനെ ആദരിക്കാതെ. എന്തുകൊണ്ട്? ഭർത്താവിന്റെ ഉത്തരവാദിത്തം മുഴുവനും നിർവഹിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഒരു ഭാര്യയോട് ഭർത്താവിനുള്ള ആദ്യത്തെ ഉത്തരവാദിത്തം എന്താ? ഭാര്യയോട് ഭർത്താവിനുള്ള ഉത്തരവാദിത്തം എന്താ? ഭർത്താവിന്റെ കയ്യിൽ ഇവളെ കിട്ടിയ ആദ്യത്തെ ബാധ്യത ദീൻ പഠിപ്പിച്ചു കൊടുക്കല. കാരണം എന്താ? ഒരു പെൺകുട്ടിക്ക് മസ്അല പറഞ്ഞു കൊടുക്കുമ്പോ, ഒരു പെൺകുട്ടിക്ക് ഫിഖ്ഹ് പറഞ്ഞു കൊടുക്കുമ്പോ ഉമ്മ പറഞ്ഞു കൊടുക്കുന്നതിനൊരു പരിധിയുണ്ട്. വാപ്പ പഠിപ്പിച്ചു കൊടുക്കുന്നതിനൊരു പരിധിയുണ്ട്. ഉസ്താദ് പറഞ്ഞു കൊടുക്കുന്നതിനൊരു പരിധിയുടെ പരിധിയുമുണ്ട്. ഒരു പെണ്ണിന്റെ കുടുംബ ജീവിതത്തിലേക്ക് വരുമ്പോൾ, വലിയ ശുദ്ധിയുടെ കാര്യങ്ങൾ പറയുമ്പോൾ, അവളുടെ സ്വകാര്യമായ കാര്യങ്ങളിലെ ഫിഖ്ഹ് അവൾ പഠിക്കാൻ ഇസ്ലാം വെച്ചിരിക്കുന്ന അധ്യാപകൻ അവളുടെ പിതാവല്ല, മാതാവല്ല, അവളുടെ ഭർത്താവാ. ഭർത്താവിന്റെ ഒന്നാമത്തെ കടമ ഭാര്യയ്ക്ക് ശറഅ് പഠിപ്പിക്കലാണ്. ആദ്യത്തെ ഉത്തരവാദിത്വം ദീൻ പഠിപ്പിച്ചു കൊടുക്കലാണ്. പെണ്ണ് ദീൻ പഠിക്കാൻ അങ്ങനെയല്ലേ മഹാന്മാരായ സ്വഹാബത്ത്. അബൂ സലമ റളിയല്ലാഹു അൻഹു സ്വഹീഹ് മുസ്ലിമിലുണ്ടല്ലോ, ഹബീബായ നബിയിൽ നിന്നും കേട്ട് കഴിഞ്ഞാൽ നേരെ വന്നുകൊണ്ട് ഉമ്മു സലമയോട് പറയുമായിരുന്നു. അബൂദർ വന്നാൽ ഉമ്മുദറിനോട് പറയുമായിരുന്നു. അലി റളിയല്ലാഹു അൻഹു ഹബീബായ നബിയുടെ സദസ്സിലിരിക്കുമ്പോ ഒരു ഹദീസ് പറഞ്ഞിട്ട് പകുതിയാക്കി വെച്ചു. ഒരു ഹദീസ് പറഞ്ഞിട്ട് പകുതിയാക്കി, അതിന്റെ ബാക്കി പകുതി പറഞ്ഞില്ല. എന്താണ് പകുതി എന്നറിയോ? ഒരു പെണ്ണിന് ഖൈറായ കാര്യം ഏതാണെന്നറിയുമോ സ്വഹാബ? സ്വഹാബികൾ പറഞ്ഞു, ലാ യാ റസൂലല്ലാഹ്. ഒരു പെണ്ണിന് ഈ ദുനിയാവിൽ ഏറ്റവും ഖൈറായ കാര്യം ഏതാണെന്നറിയുമോ സ്വഹാബ? അറിയില്ല നബിയെ, അല്ലാഹു വ റസൂലുഹു അഅലമു. അല്ലാഹുവിനും റസൂലിനും അറിയാം. ഒരു പെണ്ണിന് ഖൈറായ കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. പെണ്ണിനോട് പോയി ചോദിക്കൂ, വീട്ടിൽ പോയി ചോദിച്ചിട്ട് നാളെ വാ എന്ന് മുഹമ്മദ് മുസ്തഫ. എല്ലാ സ്വഹാബികളും വീട്ടിലേക്ക് പോയി. എല്ലാരും ചോദിച്ചു. ചിലർക്ക് ഉത്തരം കിട്ടി, ഭാഗികമായി. അലിയാർ റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ടവളോട് ചോദിക്കുകയാ, പെണ്ണേ ഫാത്തിമ, ഉപ്പ പറഞ്ഞിരുന്നു ഒന്ന് ചോദിക്കാൻ, പെണ്ണിനോട് തന്നെ ചോദിക്കാൻ പറഞ്ഞു. എനിക്കതിന്റെ ഉത്തരം കിട്ടിയതുമില്ല. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഒരു പെണ്ണിന് ഏറ്റവും ഖൈറായ കാര്യം എന്താ?
ഫാത്തിമ റളിയല്ലാഹു അൻഹ ചിരിച്ചിട്ട് പറഞ്ഞു, അവളുടെ ശരീരത്തെ അന്യപുരുഷന്റെ മുന്നിൽ പ്രകടിപ്പിക്കാതെ അവള് സൂക്ഷിച്ച് ജീവിക്കാനാ പെണ്ണിന് ഈ ഭൂമിയിൽ ഏറ്റവും ഖൈറായ കാര്യമെന്ന് സമീഅത്തു നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്റെ ഉപ്പ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പിറ്റേ ദിവസം പ്രഭാതത്തിൽ ഫലമ്മാ അസ്ബഹു, സ്വഹാബികൾ സുബ്ഹിക്ക് തന്നെ ഇലാ ഹളറത്തി റസൂലില്ലാഹി, ഒന്നുകൂടി ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഈ വിഷയം അവതരിപ്പിച്ചപ്പോ ഹബീബായ നബി തങ്ങൾ പ്രതികരിച്ചു. ഇതിന്റെ കൃത്യമായ ഉത്തരം പറഞ്ഞ ആള് അലിയാ. കൃത്യമായ ഉത്തരം പറഞ്ഞത് അലിയ. എന്താ കാരണം? ഇത് ഫാത്തിമ പഠിപ്പിച്ചതാ. ഫാത്തിമത്തു ഖിത്അത്തും മിന്നി, മുഹമ്മദ് മുസ്തഫ എന്റെ ഒരു ഭാഗമാ, എന്റെ കരളിന്റെ കഷ്ണമാ ഫാത്തിമ എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അപ്പോഴാ. ഒരു പെണ്ണിന് ഖൈറായ കാര്യം. ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? പ്രവാചക സദസ്സിൽ സ്വഹാബികൾ പലതും കേട്ടാൽ വീട്ടിൽ വന്ന് ഭാര്യക്ക് പഠിപ്പിച്ചു കൊടുക്കും. മഹാനായ ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹു തബറാനിയുടെ മുഅ്ജമിലുണ്ട് ഹദീസ്. ഹബീബിന്റെ സദസ്സിൽ ഇരിക്കുമ്പോൾ പറഞ്ഞു, ഒരു ഭർത്താവ് ഭാര്യക്ക് വെള്ളം കുടിക്കാൻ കൊടുത്താൽ ഇദാ സഖംറഅതുഹു ഉജിറാ, ഭാര്യക്ക് കുടിക്കാൻ ഭർത്താവ് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുത്താൽ ആ ഭർത്താവിന് കൂലിയുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഖാമ, മഹാനവറുകൾ ഇത് കേട്ട് സദസ്സിൽ നിന്നും എഴുന്നേറ്റു. വഅതംറതഹു, എന്നിട്ട് ഭാര്യയുടെ അടുക്കിലേക്ക് ഓടിച്ചെന്നു. ഭാര്യ അവിടെ വേറെന്തോ ചെയ്തുകൊണ്ടിരിക്കുക. ഓടിപ്പോയി ഭാര്യനെ ഒരു സ്ഥലത്ത് ഇരുത്തി, പിടിച്ചിരുത്തി, എന്നിട്ട് പോയി വെള്ളം കൊണ്ടുവന്നു. കുടിച്ചോ എന്ന് പറഞ്ഞു. വേഗം കുടിച്ചു. ഭാര്യ ചോദിച്ചു, എന്തേ നീ വെള്ളം കുടിച്ചോ? കുടിച്ചു. എന്തേ? നിങ്ങൾക്ക് ഇപ്പൊ എന്താ പറ്റിയത്? ഇപ്പൊ വെള്ളമൊക്കെ എടുത്തോ? റസൂലുള്ളാഹി പറഞ്ഞു, ഭർത്താവ് ഭാര്യക്ക് കുടിക്കാൻ വെള്ളം എടുത്തു കൊടുത്താൽ ആ വെള്ളം എടുത്തു കൊടുക്കുന്നതിന് ഭർത്താവിന് സദഖയുടെ കൂലിയാ സയ്യിദുനാ റസൂലുള്ളാഹി. ഇന്നലത്തെ ആ മീൻ കൂട്ടാനൊക്കെ വെച്ചിട്ടായിരിക്കും. ഇവിടെ അപ്പുറം ബിരിയാണി ആയിരിക്കും. എന്നാലും നമ്മുടെ വീട്ടിലെ പെണ്ണുങ്ങളുണ്ടല്ലോ, പഴയത് തിന്ന് തീർക്കാൻ വേണ്ടിയിട്ട് പടക്കപ്പെട്ടവരെന്നൊക്കെ പറയേണ്ടവരും അല്ലെ. ചില വീട്ടിൽ അതാരണം പോത്തിനെ പോലും വളർത്തുന്നില്ല. കാരണം പോത്തിന് കൊടുക്കാൻ ഉണ്ടാവില്ല. കാരണം ഇന്നലത്തതും ഫ്രിഡ്ജിലിരിക്കുന്നതൊക്കെ, ഫ്രിഡ്ജിന്റെ ഒക്കെ കോലം കണ്ട, ആകെ ഫ്രിഡ്ജ് ഒരു കോലത്തിൽ കണ്ടേക്കുന്നത് ആ പരസ്യത്തിൽ കാണുന്ന ഫ്രിഡ്ജാ. അതിന്റെ അകത്താവുമ്പോ മുസമ്പി ഉണ്ടാവും, കോഴിമുട്ട ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. നമ്മുടെ ഫ്രിഡ്ജ് തുറന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഇന്നത്തെ പഴങ്കഞ്ഞി, തേങ്ങ ചരുകിയത്, കമത്തി വെച്ചത്, അത് ഇത് അല്ലെ, എല്ലാം ഉണ്ടാവും. ഈ ഫ്രിഡ്ജിലേക്ക് കയറാതെ വയറ്റിലേക്ക് കയറ്റി പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് ഈ സഹോദരിമാര് കണ്ടമാനം കഷ്ടപ്പെടേണ്ട വിഷയത്തിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒക്കെ വേണം. ഭക്ഷണം വേസ്റ്റ് ആക്കാതെ അവര് വലിയൊരു സഹകരണം അവിടെ നടത്തുന്നുണ്ട്. ഇപ്പോഴാ പറയാ ശരസ് തട്ടി ഇത്തിരി വെള്ളം വേണമെന്ന് പറഞ്ഞാ പിന്നെ ഞാനാ വെള്ളം നിനക്കാ അല്ലേ. സ്വഹാബി നബി സദസ്സിൽ നിന്നും പഠിച്ചതാ ഭാര്യക്ക് വെള്ളം കൊടുത്ത കൂലി ഉണ്ടെന്ന്. ഭർത്താവ് ഭാര്യക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വീട്ടിലേക്ക് ഓടി എന്നുള്ളതാ. ആ ഭാര്യ എത്ര പേർക്ക് അത് പഠിപ്പിച്ചു കൊടുത്തു? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പെണ്ണിന് ശറഅ് പഠിപ്പിച്ചു കൊടുക്ക, ദീൻ പഠിപ്പിച്ചു കൊടുക്ക എന്നത് ഭർത്താവിന്റെ ഉത്തരവാദിത്തമാണ്. ഒന്നാമത്തെ ഉത്തരവാദിത്തമാണ്. അവളോട് നല്ലത് പറഞ്ഞു കൊടുത്താൽ അവൾ ബഹുമാന പുരസ്സരം അത് ഏറ്റെടുക്കാനുള്ള യോഗ്യത. ഒന്നുകൂടി പറയട്ടെ, ഭർത്താവ് ഭാര്യയുടെ മുന്നിൽ അവൾ ആദരിക്കുന്ന നിലവാരമുണ്ടാക്കിയെടുക്കൽ നിർബന്ധമാ. അള്ളാഹു നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു അമാനത്താ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ. നേരെ തിരിച്ചു മഹദിയായ അസ്മാ റളിയല്ലാഹു അൻഹയുടെ പൊന്നുമോള് കല്യാണത്തിന് വിസമ്മതിച്ചു. ഇമാം ഗസ്സാലി ഇഹ്യായിൽ രേഖപ്പെടുത്തുന്നു, അസ്മാ റളിയല്ലാഹു അൻഹയുടെ മകളെ ഹബീബിന്റെ മുന്നിൽ കൊണ്ടുവന്നു നബിയോട് പറഞ്ഞു, നബിയേ, അങ്ങ് പറഞ്ഞാൽ അവൾ കല്യാണത്തിന് സമ്മതിക്കും. റസൂലുള്ളാഹിയുടെ കാലത്തുണ്ട് അങ്ങനെ പെൺകുട്ടികൾ കല്യാണത്തിന് വിസമ്മതിക്കാം. അതല്ലേ, അപ്പൊ ഞങ്ങളുടെ കുടുംബത്തിൽ ഇന്നാളൊരു കല്യാണം അങ്ങനെ ഉണ്ടായി അല്ലേ. എന്റെ കുടുംബത്തിലല്ല കേട്ടോ. പെൺകുട്ടി എന്ത് ചെയ്താ കല്യാണത്തിന് സമ്മതിക്കൂല. എന്താ? അത് വേറെ വല്ല കാരണമായിരിക്കും. ഇതല്ല. ഈ കാരണം കേട്ടു നോക്കൂ. ഈ പെൺകുട്ടി പറയാണ്, നബിയെ, ഞാൻ കല്യാണത്തിന് സമ്മതിക്കൂല. എന്തുകൊണ്ട്? എന്റെ വാപ്പയോ ഉമ്മയോ ഇന്ന് വരെ ഒരു ഭർത്താവിനോട് എങ്ങനെ പെരുമാറണം എന്നത് പഠിപ്പിച്ചിട്ടില്ല.
അതുകൊണ്ട് എനിക്ക് പേടിയാ, ഞാൻ കല്യാണത്തിന് സമ്മതിക്കൂല. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ലോ സാലത്ത് മുൻഖറാ, നിന്റെ ഭർത്താവിന്റെ തരിമൂക്ക് പൊട്ടി ഒലിച്ചു, രക്തമായിരുന്നു, പിന്നീട് അത് വെള്ളമൊലിച്ചു, പിന്നീട് ചലമായി, പിന്നീട് ചീൻചലമായി, ദുർഗന്ധം വമിക്കുന്ന തരിമൂക്ക് പൊട്ടി ഒലിച്ച അവസ്ഥ ഭർത്താവിന്. പ്രിയപ്പെട്ട ഭാര്യ എന്ത് ചെയ്തു? പെണ്ണ് ഭർത്താവിനോട് ചെയ്യേണ്ട കടപ്പാട് പറഞ്ഞു കൊടുക്കുന്നു. ഒരു ഉദാഹരണത്തിലൂടെ അവളുടെ നെഞ്ചിലേക്ക് ഭർത്താവിനെ ചാരിയിരുത്തി ഒരു തുണിക്കഷ്ണം കൊണ്ട് ഒലിച്ചിറങ്ങുന്ന ചെലവും ചീഞ്ചലവും അവൾ തുടച്ചു വൃത്തിയാക്കി. ഇനിയും അത് ഒലിച്ചിറങ്ങിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ അവൾ അവളുടെ നാവ് കൊണ്ട് നക്കി തുടച്ച് വൃത്തിയാക്കിയാലും മാ അദ്ദത്ത് ഹഖഹു, അവനോടുള്ള കടപ്പാട് പെണ്ണെ നീ നിർവഹിച്ച് പൂർത്തീകരിച്ചിട്ടില്ല. സയ്യിദുനാ റസൂലുള്ളാഹി, ഇതാണ് ഇസ്ലാം പഠിപ്പിച്ച ജീവിതത്തിന്റെ ഉത്തരവാദിത്വം, അമാനത്ത്. എവിടെയെല്ലാം ഇത് നിർവഹിക്കപ്പെടുന്നു? മക്കളുണ്ടല്ലോ, എവിടെയാ നമ്മൾ ഇത് നിർവഹിക്കാം? മക്കളോടുള്ള ഉത്തരവാദിത്വം എങ്ങനെ? ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചല്ലോ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മേശപ്പുറത്തേക്ക് ഒരു പരാതി വരികയാണ്. മകൻ വാപ്പ മോനെ പേര് വിളിക്കുമ്പോ ചീറി അടുക്കുന്നു. അങ്ങനെ ഉണ്ടല്ലോ ചില പിള്ളേര്. ഒരു 16 വയസ്സൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഈ സാധനത്തിനൊന്ന് പേര് വിളിക്കാൻ വലിയ പേടിയാ. മോനെ സൈദൂട്ടി എന്ന് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിയാസെന്ന് വിളിച്ച എന്റെ പൊന്നെ ഒരു പൊട്ടിത്തെറി, വിഷു എന്ന് തോന്നിപ്പോ ഒരു വിളി കേൾക്കൽ. അത് വാപ്പ വിളിച്ചാലും വല്യാപ്പ വിളിച്ചാലും ആ വിളി കേൾക്കലും ഞങ്ങൾ വരാന്നേ എന്ന് പറഞ്ഞിട്ട് ഒരു പൊട്ടിത്തെറിക്കുന്ന ഒരു 16 വയസ്സിന്റെ ഒരു പ്രായം ഉണ്ടല്ലോ. ആ കോലത്തിൽ ഒരു കുട്ടിയുടെ പരാതി ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മേശപ്പുറത്തേക്ക് വന്നു. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ പ്രശ്നം പരിഹരിക്കുന്ന നേരത്ത് പിതാവിനെ വിളിച്ചുകൊണ്ട് വിസ്തരിച്ചു. ആദ്യം കുട്ടിയോട് ചോദിച്ചു, മോനെ നിന്റെ പേരെന്ത്? കരിവണ്ട് എന്ന അർത്ഥമുള്ള ഒരു അറബി പദം കുട്ടി പേരായി പറഞ്ഞു. എന്റെ വാപ്പ എനിക്ക് ഇട്ടിരിക്കുന്ന പേര് ഈ പേരാ. എന്താ പേര്? കരിവണ്ട്. പിന്നെ വിളിച്ച ചീറും. പേരിലിരിക്കുന്നു കാര്യം, പേരിലുണ്ട് കാര്യം. സയ്യിദുനാ റസൂലുള്ളാഹി ഹബീബ് പഠിപ്പിച്ചല്ലോ, ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചല്ലോ, മൻ വലദ ലഹു വലദൻ ഫൽയുഹ്സിൻ ഇസ്മാ, ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് നല്ല പേരിടട്ടെ. നല്ല പേരിടണം. ഇന്ന് പേര് പറഞ്ഞു കൊടുക്കണം ഉസ്താദ് ഗൂഗിൾ ആരുടെയാ അത് നമ്മൾ അറിയണില്ല. ഗൂഗിൾ ജൂതന്റെ. അവന് ഇഷ്ടമുള്ള പേര് അവൻ ഇട്ടു കൊടുക്കാം. എല്ലാം കഴിഞ്ഞ് മദ്രസയിൽ കൊണ്ടുവരുമ്പോഴാണ് ഈ പാവപ്പെട്ട സദർ ഉസ്താദ് ഇടങ്ങേറാവണത്. ഇത് എവിടെയെങ്കിലും ഒന്ന് കൊള്ളിക്കണമല്ലോ. ഈ ഉസ്താദ് ജോലി ചെയ്യണ പള്ളിയുടെ പരിസരത്ത് ഈ കോലത്തേക്കൂടെ ഒരു പേരുള്ളൊരു സാധനത്തിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇനി മുഫത്തിശങ്ങാൻ വന്നു കഴിഞ്ഞാൽ മുഖത്തേട്ട് നോക്കിയാലോ എന്ന് ഓർത്ത് ഈ പേരെന്തെങ്കിലും ഒന്ന് കാണിക്കണമല്ലോ. അപ്പോഴാണ് ഈ ഗൂഗിൾ പറഞ്ഞതാണ്. അത് നെറ്റിൽ കണ്ടതാ, ബുഹാരിയിൽ കണ്ടു എന്ന് പറഞ്ഞ മാതിരിയാ, നെറ്റിൽ കണ്ടതാ. 2 മാസം ആകുമ്പോഴേക്കും സഹോദരിമാർ ഗൂഗിളിൽ തപ്പിൽ തുടങ്ങി ഇതിപ്പോൾ ഏതായിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാവർക്കും എളുപ്പമാണല്ലോ. മാതാപിതാവ് ഗൂഗിൾ ദൈവമാണല്ലോ, എല്ലാവരുടെ കയ്യിലുണ്ട്. ഒരു നല്ല പേര്, അസ്ഹാബുൽ ബദറിന്റെ പേര്. ഒരു കുട്ടി ഉണ്ടായാൽ നമ്മുടെ ഉത്തരവാദിത്തമാണ്. തമ്പട്ടന്നെ തുടങ്ങണം നല്ലത്. എന്തിനേറെ കുഞ്ഞ് ജനിക്കുന്നതിന് മുന്നേ തിന്നേണ്ട മുതൽ ഹലാലാണെന്ന് ഉറപ്പുവരുത്തണം. തിന്നുന്ന മാല് ഹലാലിലായാൽ നന്നാ, ജനിക്കുന്നതെല്ലാം നല്ലതായി വരുമെന്നാ. മഹാനായ ഇമാം ഗസ്സാലിയുടെ അത്തിബുൽ മസ്ബൂഖ് ഫീ നസീഹത്തുൽ മുലൂക്ക് എന്ന് പറയുന്ന ഒരു കിതാബുണ്ട്. അതിലൊരു ചരിത്രം പറയുന്നുണ്ട്. മഹാനായ മുബാറക് റളിയല്ലാഹു അൻഹു നൂഹ് ഇബ്നു മറിയം എന്ന് പറയുന്ന ഭരണാധികാരിയുടെ അടിമയായി അദ്ദേഹത്തിന്റെ മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുന്ന കാലം നൂഹ് ഇബ്നു മറിയം ഒരു സ്വാലിഹായ മഹാനായ ഭരണാധികാരി, മർവ നാടിന്റെ ഭരണാധികാരി. നൂഹ് ഇബ്നു മറിയം എന്ന് പറയുന്ന മഹാൻ മകൾക്ക് വേണ്ടിയിട്ട് പുതിയാപ്പിളയെ തേടി നടക്കാം.
ദീനുള്ളതോ എവിടെയും കിട്ടിയില്ല. അവസാനം ആരോ പറഞ്ഞു, പുതിയ അടിമയായി 2 മാസം മുമ്പേ ജോലിക്ക് കയറിയിരിക്കുന്ന മുബാറക് എന്ന് പറയുന്ന നീഗ്രോ ഉണ്ടല്ലോ, അയാൾ ഒരു സ്വാലിഹായ മനുഷ്യനാ. മഹാനായ മുബാറക് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി, തന്റെ തോട്ടത്തിലെ പുതിയ ജോലിക്കാരനെ കാണാൻ വേണ്ടിയിട്ട് നൂഹ് ഇബ്നു മറിയം എന്ന് പറയുന്ന ഭരണാധികാരി ചെല്ലുമ്പോൾ മുന്തിരി തോട്ടത്തിലെ തൊഴിലാളിയോട്, മുബാറക്കിനോട് പറയാ, നീക്കുറായ പുതിയ ജോലിക്കാരനോട് പറയാ, എനിക്കൊരു മുന്തിരി ചാറ് കുടിക്കാൻ കൊണ്ടുവരുമോ, മധുരമുള്ളത് കൊണ്ടുവരണേ. മഹാനായ മുബാറക് റളിയല്ലാഹു അൻഹു പോയി മുന്തിരി ചാറ് പിഴിഞ്ഞു കൊണ്ടുവന്നു കൊടുത്തു. നൂഹ് ഇബ്നു മറിയം എന്ന് പറയുന്ന സ്വാലിഹായ ഭരണാധികാരി അത് കുടിച്ചപ്പോൾ വല്ലാത്ത പുളി. ചോദിച്ചു, നിന്നോട് മധുരമുള്ളത് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് നീ എന്താ പുളിയുള്ളതല്ലേ കൊണ്ടുവന്നത്? പ്രിയപ്പെട്ട യജമാനനെ, മുന്തിരിയുടെ പുളിയും മധുരവും അറിയണമെങ്കിൽ ഞാനത് പൊട്ടിച്ച് വായിൽ വെച്ച് രുചിച്ചു നോക്കിയാലാ തിരിച്ചറിയോ. പൊട്ടിക്കാനോ രുചിക്കാനോ എനിക്ക് അനുവാദമില്ല. ഹലാലല്ലാത്ത ഒന്നും ഞാൻ എന്റെ വായിൽ വെച്ചിട്ടില്ല. ഇമാം ഗസാലി സുദീർഘമായി ഇതിങ്ങനെ പറഞ്ഞിട്ട് അവസാനം പറയുന്നുണ്ട്, മോളെ കെട്ടിച്ചു കൊടുക്കും. ആ മകളെ കല്യാണം കഴിച്ച് അതിലുണ്ടായ മോനാണ് പിന്നീട് വന്ന ഹദീസ് നിവേദക പരമ്പരയിലെ പ്രമുഖനായ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു. അതാ നല്ല മുതൽ തിന്നണം ഒരു കുഞ്ഞ് നല്ലതായി ജനിക്കണമെങ്കിൽ. സഹോദരിമാരെ, ഗർഭിണിയായി കഴിഞ്ഞാൽ വളർന്നു വരുന്ന കുഞ്ഞിനോട് നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. നീ ചെന്നിരിക്കുന്ന സദസ്സിൽ നല്ല വർത്തമാനം നീ കേൾക്കണം, നല്ലതല്ലാത്ത ഒന്നും പറയല്ലേ. ആദ്യം അല്ലാഹു കാത് കൊടുക്കാം, അവസാന കണ്ണു കൊടുക്കാം. ഈ കുട്ടി നിന്റെ ഉദരത്തിൽ വളരുന്ന കാലം പുറത്തുള്ള ശബ്ദം അത് ഗീബത്തിന്റെ മലീവസമായ വർത്തമാനമാണ് എങ്കിൽ, അത് സിനിമാ ഗാനങ്ങളാണ് എങ്കിൽ, ഈ കുഞ്ഞു വയറ്റിൽ കിടന്ന് കേൾക്കുന്നു, എങ്ങനെ സ്വാലിഹാകുന്നു? ഉത്തരവാദിത്തങ്ങൾ നല്ല പേരിടണം, അദബ് പഠിപ്പിക്കണം. അദബ് പഠിപ്പിക്കണം, അദബ് പഠിപ്പിക്കണം എന്നുള്ളത് മദ്രസയിൽ വിടണം എന്നതിന് അർത്ഥാക്കരുത്. മദ്രസയിൽ 2 കൊല്ലം 2 മണിക്കൂർ ഒരു ഉസ്താദിന്റെ മുന്നിൽ ഒരു 300 പിള്ളേരെ കിട്ടിക്കഴിഞ്ഞാൽ എന്താക്കാൻ പറ്റുന്ന 3 എണ്ണത്തിനെ തന്നെ വീട്ടിൽ നോക്കാൻ പറ്റണില്ല, വാപ്പായും ഉമ്മായും കൂടിയിട്ട്. എന്നിട്ടാണ് ഒരു ഉസ്താദിന്റെ അടുത്തേക്ക് 300 എണ്ണത്തിനെ കൊടുത്തു. 10 ക്ലാസ് ഒരു ഉസ്താദ് നോക്കുന്ന മദ്രസ ഞങ്ങളുടെ അടുത്തുണ്ട്. ഞാൻ ചോദിച്ചു, ഉസ്താദിന് വല്ല കറാമത്തുണ്ടോന്ന് ചോദിച്ചു. കാരണം നടക്കൂല, ഇത് എന്താ ചെയ്യാ? എന്നിട്ട് അവസാനം ഓത്ത് ശരിയാവണില്ല. സഹോദരന്മാരെ, അദബ് പഠിക്കേണ്ടത് വീട്ടിൽ നിന്ന്. ഏത് കാലിൽ ചെരുപ്പിടണം? ഞാൻ ചോദിക്കട്ടെ, മദ്രസ കാണുന്നതിന് മുന്നേ അല്ലെങ്കിൽ മദ്രസയിൽ പോകാത്ത ഉമ്മ ഉടുപ്പിച്ച് പഠിപ്പിച്ച മുണ്ടുടുക്കലല്ലേ എന്റെ മുന്നിലുള്ള പലരും ഉടുക്കുന്നത്? ഉമ്മ മുണ്ടുടുക്കാൻ പഠിപ്പിച്ചവരുണ്ടാവൂലോ. ഒരു വീട്ടിൽ കയറിയാൽ എവിടെയാ ചെരിപ്പൂരിടേണ്ടത്? ഉമ്മ പഠിപ്പിച്ചതല്ലേ? ആദ്യം പഠിപ്പിച്ചതൊക്കെ ഉമ്മയല്ലേ? ഉമ്മയുടെ ഉത്തരവാദിത്വം വലുതല്ലേ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചല്ലോ, കുല്ലുക്കും വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. നിങ്ങളിൽ ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട്. ആ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം അല്ലാഹുവിന്റെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന് പറഞ്ഞിട്ട് അതിൽ പ്രത്യേകം പറഞ്ഞു, വറജുലു റാഇൻ അലാ അഹ്ലി ബൈതിഹി വഹുവ മസ്ഊലുൻ അൻഹും. പിതാക്കൾ കുടുംബത്തിന്റെ ഉത്തരവാദിത്വമുള്ളവരാ. മക്കൾ വഴിപിഴച്ചാൽ പിതാവേ നീയാ സമാധാനം പറയേണ്ടത്. വൽ മർഅതു റാഇയത്തുൻ അലാ ബൈതി സൗബഇലിഹാ വവലദിഹി. ഭാര്യയുടെ ഉത്തരവാദിത്വം കുടുംബശ്രീയിലെ ഉത്തരവാദിത്തമല്ല, ഭാര്യയുടെ ഉത്തരവാദിത്തം മുനിസിപ്പാലിറ്റിയിലെ ഉത്തരവാദിത്തമല്ല, കോർപ്പറേഷനിൽ എന്താണെന്ന് ചോദിക്കൂല. അള്ളാഹു ചോദിക്കുന്നത് നിയോജക മണ്ഡലത്തിലെ കാര്യമല്ല. പെണ്ണേ, നിന്റെ കുടുംബത്തിന്റെ ദീനിയായ കാര്യം, നിന്റെ ഭർത്താവിന്റെ സമ്പത്തിന്റെ കാര്യം, നിന്റെ മക്കളുടെ കാര്യം അല്ലാഹുവിന്റെ മുന്നിൽ വഹിയ മസ്ഊലത്തുൻ അൻഹും. അവരെ പറ്റി കൃത്യമായി അല്ലാഹു ചോദിക്കുമെന്ന് സ്വഹീഹുൽ ബുഖാരിയിൽ ഹദീസ് 5 പ്രാവശ്യം ഉദ്ധരിച്ചതായി കാണുന്നുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി
അതുകൊണ്ട് ജീവിതത്തിൽ ഉത്തരവാദിത്ത ബോധം എന്ന ഒരു വലിയ തത്വമില്ലാതെ പോയിരിക്കുകയാ. നിങ്ങൾക്കറിയുമോ, ഇത് ദീനിന്റെ കാതലായ കാര്യമായി ഉത്തരവാദിത്ത ബോധം. ഒരാളോട് 5 മണി പറഞ്ഞാൽ 5 മണിക്ക് ഞാൻ വരാം, നീ ഒരുങ്ങി നിന്നോ എന്ന് ഭാര്യയോട് ഭർത്താവ് പറഞ്ഞാൽ സാധിക്കുമെങ്കിൽ 5 മണി പറയാവൂ. ഒരു 6 മണി പറഞ്ഞു, 4:45 എത്തിയാലും കുഴപ്പമില്ല. 5 പറഞ്ഞ 5-നെത്തണം. അതിൽ പൊരുത്തപ്പെടിക്കണം. ലോകാവസാനത്തിന്റെ അടയാളം ഉത്തരവാദിത്ത ബോധമില്ലാത്ത ആളുകൾ. ഉത്തരവാദിത്ത ബോധം എന്ന് പറഞ്ഞാൽ അതിന്റെ അറബി അമാനത്ത്. എന്നാൽ നിങ്ങൾ ചിന്തിക്കൂ, നമുക്കുള്ള ദീനീ ബോധത്തിൽ ആദ്യം നഷ്ടപ്പെടുന്നതും ഉത്തരവാദിത്ത ബോധം. ഉത്തരവാദിത്ത ബോധം ദീനാണ്. ഉത്തരവാദിത്ത ബോധം ദീനാണ്. മഹാനായ ഇമാം തബറാനി അവിടുത്തെ അൽ മുഅ്ജമുൽ കബീറിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അൻ ശദ്ദാദ് ഇബ്നു മഅഖൽ ഖാല അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവ്വലു മാ തഫ്ഖിദൂന മിൻ ദീനികുമുൽ അമാന. നിങ്ങളുടെ ദീനീ ബോധത്തിൽ നിങ്ങൾക്ക് ആദ്യം നഷ്ടപ്പെടുന്നത് പർദയുടെ മക്കന മാറി കളർ ഷാൾ കയറിയെന്നോ, ഷെയ്പ്പുള്ള വസ്ത്രം വന്നുവെന്നോ, പർദ മാറ്റി ചുരിദാറിട്ടു എന്നോ, ഇതൊന്നുമല്ല ദീനിയായ കാര്യത്തിൽ നിങ്ങൾക്ക് ആദ്യം നഷ്ടപ്പെടുന്നത്. തലമറയ്ക്കാത്ത ആണുങ്ങൾ ഉണ്ടാകുമെന്നതോ അതുമല്ല. ദീനീ ബോധത്തിൽ നിങ്ങൾക്ക് ആദ്യം നഷ്ടപ്പെടുന്നത് ഉത്തരവാദിത്ത ബോധമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അത് ദീനാ. ദീനീബോധം ഒന്നാമത് പറഞ്ഞു. ദീനീബോധത്തിൽ ഒന്നാമത്തെ ദീനീബോധം അത് ഉത്തരവാദിത്ത ബോധമാ. അത് നഷ്ടമാകും. ആദ്യം നമ്മളിൽ നഷ്ടപ്പെടുന്ന ദീന് ഉത്തരവാദിത്ത ബോധമാണ്. അവസാനം വരെ നമ്മളിൽ ഉണ്ടാകുന്നത് നിസ്കാരമാ. വആഖിറു മാ യബ്ഖാ അസ്സലാഹ്. അവസാനം വരെ എന്റെ കൗമ നിലനിർത്തും നിസ്കാരം. അത് അവസാനം വരെ. അത് ഖിയാമത്ത് നാൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. മുല്ലപ്പെരിയാറൊക്കെ പൊട്ടി ഒരു വൈക്കേക്കട ഇങ്ങനെ വരണം, എപ്പോഴും ഇവിടെ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. നിസ്കാരം അവസാനം വരെ ഉണ്ടാവും. പക്ഷേ ആദ്യം നമ്മളിന്ന് പോകുന്നത് ഉത്തരവാദിത്ത ബോധം. എല്ലാവർക്കും ആളായ മതി എല്ലാ സ്ഥലത്തും. അള്ളാഹു നമുക്ക് നിറവേറ്റാൻ തൗഫീഖ് നൽകട്ടെ. ഉത്തരവാദിത്ത ബോധമില്ലാത്ത ആൾക്ക് ഈമാനില്ല എന്നാ. അവസാന കാലം വരെ എന്റെ സമൂഹത്തിൽ ഉണ്ടാകുന്ന അമല് നിസ്കാരം. എന്റെ സമുദായത്തിൽ ആദ്യം നഷ്ടപ്പെടുന്ന അമല് ഉത്തരവാദിത്ത ബോധം. അത് ഒരു വലിയ അമലാണ്. ഒരു കാരണവരുള്ള വീട്ടിൽ ഉത്തരവാദിത്ത ബോധം മക്കൾക്ക് കൂടുതലുണ്ടാവും. വാപ്പാനെ പേടിയാ. ഏത് വാപ്പ? അങ്ങനത്തെ വാപ്പയായിരിക്കണം. അങ്ങനത്തെ വാപ്പ ഒരു വീട്ടിലുണ്ട്, ഈ പേടിയാ. വാപ്പ പോയാ പിന്നെ ഇല്ലല്ല, അല്ലാഹ് ഒക്കെ പോയി. وَلَيُصَلِّيَنَّ قَوْمٌ لَا إِيمَانَ لَهُمْ شَفِيعُنَا رَسُولُ اللَّهِ. ഒരു സമൂഹം ഇവിടെ നിസ്കാരക്കാരായി ഉണ്ടാകും. അവരിൽ ഉത്തരവാദിത്ത ബോധമില്ലാതായത് ലാ ഈമാന ലഹും, അവർക്ക് ഈമാനില്ല. അങ്ങനത്തെ ഒരു കാലമുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോ വേണമെങ്കിലും നഷ്ടപ്പെടാവുന്ന ഒരു വലിയ ഗുണമാണ് ഉത്തരവാദിത്ത ബോധം. ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഒരു മനുഷ്യൻ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ അവനിൽ പലതും നഷ്ടപ്പെടുന്ന പോലെ, പല വേദനകളും അവൻ മറക്കുന്ന പോലെ, യനാമുർ റജുലുൻ നൗമത ഫതുഖ്ബലുൽ അമാനതു മിൻ ഖബ്ലിഹി. ഉറങ്ങി എഴുന്നേറ്റാൽ അവൻ പലതും മറക്കുന്ന പോലെ എളുപ്പത്തിൽ അവനിൽ നിന്നും നഷ്ടപ്പെടാവുന്ന ഗുണമാണ് ഉത്തരവാദിത്ത ബോധമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നിലനിർത്താൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. അല്ലാഹുവേ, നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. നമ്മുടെ മക്കളോട് ഉത്തരവാദിത്ത ബോധമുണ്ട്. നിങ്ങൾക്കറിയുമോ, ലഹരി ഉപയോഗിക്കുന്നതിനെ കുറിച്ച് വയന്ന് പറയണ്ട. അപകടകരമായി നമ്മുടെ മക്കളിലേക്ക് കടന്നു വരുന്ന ഒന്ന് നിരീശ്വരവാദമാണ്. അല്ലാ എന്ന വിശ്വാസം നമ്മുടെ മക്കളിലില്ല. പരിശോധിച്ചിട്ടുണ്ടോ? നമ്മുടെ മക്കളുടെ നിസ്കാരത്തിൽ അവർ എത്രമാത്രം ഏകാഗ്രതയും താല്പര്യവും കാണിക്കുന്നുണ്ട്? പരിശോധിച്ചിട്ടുണ്ടോ? നോമ്പ് പിടിക്കുന്നതിൽ നമ്മുടെ മക്കൾക്ക് എത്ര ഉത്സാഹമുണ്ട്? പരിശോധിച്ചിട്ടുണ്ടോ? മതനിരാസം ഇങ്ങനെ മക്കളിലേക്ക് കുത്തിവെക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പുതിയ തലമുറയുടെ പുതിയ പരിഷ്കരിച്ച ലോകത്താ നമ്മൾ ജീവിക്കുന്നത്. മതനിരാസം ഇങ്ങനെ പടർന്നു പിടിക്കാൻ നമുക്ക് ഉത്തരവാദിത്തമില്ലേ?
നമ്മുടെ മക്കളോട് ഉത്തരവാദിത്തമല്ലേ? ഈ ലോകത്ത് ഒരു പെണ്ണിന് മഹത്വമുണ്ടെന്ന് പഠിപ്പിച്ചത് അള്ളാഹുവിന്റെ ദീനാ. പെണ്ണിന് മഹത്വമുണ്ടെന്ന് പഠിപ്പിച്ചത് അള്ളാഹുവിന്റെ ദീനാ. ലോകത്തൊരു പെണ്ണിനെ അള്ളാഹുവിന്റെ ദീൻ പരിചയപ്പെടുത്തിയത് ഭാര്യാ പദവിയിലുള്ള പെണ്ണിനെയാ. ആദ്യത്തെ പെണ്ണ് ഭാര്യാ പദവിയിലാ വന്നിട്ടുള്ളത്, മകളായല്ല, ഉമ്മയായല്ല, ഭാര്യാ പദവിയിലാ. പ്രിയപ്പെട്ട നമ്മുടെ ഉമ്മ സയ്യിദത്തുനാ വ ഉമ്മുനാ ഹവ്വാ റളിയല്ലാഹു അൻഹാ ഭാര്യാ പദവിയാ. അവളോടുള്ള ആദ്യത്തെ ബന്ധം ഭാര്യ ഭർത്തൃ ബന്ധമാണ്. അവളുടെ സൃഷ്ടിപ്പ് പോലും അത്ഭുതമാ. പെണ്ണ് അതപുള്ളവളാവണേ. ഭർത്താവ് ആവശ്യപ്പെടാതെ അവരെ ബഹുമാനിക്കണേ. നിന്റെ ലോകം മുഴുവനും അവിടെയാ. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹിദായത്തിൽ നിർണായകമാ അവന്റെ ഉമ്മ. ഉമ്മ വളർത്തുന്ന പ്രായം കഴിഞ്ഞാൽ പിന്നെ ഒരാൾ നന്നാവുന്നത് പലരും പറഞ്ഞിട്ടുണ്ട്. എന്റെ ഭാര്യ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ശേഷമാ ഉസ്താദേ എനിക്ക് നിസ്കാരം തന്നെ ഉണ്ടായിട്ടുള്ളത്. നല്ല നല്ല സഹോദരിമാർ അവരുടെ ഭർത്താക്കന്മാരെ നന്നാക്കിയെടുക്കാറുണ്ട്. ഒരു പെണ്ണിന്റെ ഉത്തരവാദിത്തമാ. ഒരു പെണ്ണ് ഒരു ഭർത്താവിന് ഏറ്റവും നല്ല ഭാര്യയാണ്, ഏറ്റവും നല്ല കൂട്ടുകാരിയാ, ഏറ്റവും നല്ല ബന്ധമാ, ഏറ്റവും നല്ല സുഹൃത്താ. ഒരു ഡോക്ടറാ. അവനൊന്ന് വിറച്ച് പനിച്ചു വന്നാൽ നെറ്റിത്തടത്തിൽ ടെമ്പറേച്ചർ നോക്കിയാൽ എന്റെ ഭർത്താവിന്റെ ചൂടറിയാൻ എനിക്കേ കഴിയോ, എന്റെ ഭർത്താവിന്റെ അലർജിയുടെ സ്വഭാവം എനിക്കേ അറിയൂ. എന്റെ ഇക്കാക്ക് തലവേദന വരുമല്ലോ, 9 മണി കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചാൽ ഗ്യാസിന്റെ പ്രശ്നമുണ്ടല്ലോ. ഒരു പെണ്ണിനറിയാം ഭർത്താവിന്റെ ഡോക്ടർ ഭാര്യയാണ്. മാത്രവുമല്ല കൊഞ്ചിയും കുഴഞ്ഞും പുന്നാരം കാണിക്കുമ്പോൾ ഭർത്താവിന്റെ പുന്നാര മോളാ ഭാര്യ. എല്ലാം ഭാര്യയാണ്. എല്ലാ നിലക്കും സമാധാനം. ഭാര്യയെ കണ്ടാൽ സന്തോഷം കിട്ടണം. ഒരു ഭാര്യയിലൂടെ ഭർത്താവിന് ഇതൊരു നല്ല പെണ്ണിന്റെ ലക്ഷണമാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഏറ്റവും നല്ല പെണ്ണാരാ നബിയെ? ഏറ്റവും നല്ല പെണ്ണാതാ നബിയെ? ഏറ്റവും നല്ല പെണ്ണ് അല്ലത്തി തസ്റു ഇദാ നദറ ഇലൈഹാ. നീ ഒന്ന് നോക്കിയാൽ നിന്റെ കണ്ണിന് ചന്തം പകരുന്ന പെണ്ണ്. നീ ഒന്ന് നോക്കിയാൽ നിന്റെ കണ്ണിന് സന്തോഷം തരുന്ന പെണ്ണ്. വേറൊന്ന് നോക്കാൻ നിന്റെ കണ്ണ് ആഗ്രഹിക്കൂല. ഇതെങ്ങനെയാ നമ്മുടെ പെണ്ണുങ്ങള്? ഒരു 12:45 ചാള നന്നാക്കിയിട്ട് ഒരു വരവുണ്ട്. സുബ്ഹാനല്ലാഹ്. ആ സമയത്തെങ്ങാനും ഒരുമാതിരി ബോധമില്ലാത്ത ഭർത്താവാണ് ചിലപ്പോ തലാക്കും ചൊല്ലിക്കളയും. അല്ലേ? ഈ പെണ്ണുങ്ങൾക്കൊരു സ്വഭാവം ഉണ്ട്, അവർ മരിച്ച് കിടന്ന് പണിയെടുക്കും. എന്തിനിങ്ങനെ പാടിയിരിക്കണേ? എന്നിട്ടോ ലൊഹറും അസറും കൂടിയിട്ട് ഫിഖ്ഹിലില്ലാത്തൊരു മസല അവർ ചെയ്യും. നമ്മൾ ജമ്മും കസറാക്കാറുണ്ട് അല്ലേ? ഇത് ലൊഹർ അസറും കൂടി ഇവിടെ കൊണ്ടുവന്നിട്ട് ജാമാക്കും. ലൊഹറിലേക്ക് അസർ ഇവിടെ ജാമാക്കി ഒട്ടിച്ചു വയ്ക്കും. അങ്ങനെ ഒരു 3:45 വാങ്ങ് വിളിക്കണേയും എല്ലാക്ക പള്ളിയുടെ എവിടെ ആയിരിക്കും? ആകുങ്കരയിലാണ് മൈക്കിന്റെ തൊട്ടാണ് പഠിച്ചപ്പോ വാങ്ങ് വിളിക്കണേ. സമയം നോക്കൂലല്ലോ ഈ പടപ്പുകള്. ഭാര്യമാര് സമയം നോക്കണ പരിപാടിയേ ഇല്ല. അവർക്ക് അതിനുള്ള നേരമില്ല. അവർക്ക് ഒന്നിനും നേരം. അവരിങ്ങനെ തിരക്ക് പിടിച്ച് അലക്ഷ്യമായി പണിയെടുക്കും. ഒരു വീട്ടില് ഏറ്റവും അവസാനം പെരുന്നാളിന് ഭക്ഷണം കഴിക്കണാരാ? ഒന്ന് പറയും. അലക്ഷ്യമായി പണിയെടുക്കും. ടൈം വേണം. കുറ്റപ്പെടുത്തല്ല. നിങ്ങളുടെ അധ്വാനത്തിൽ നിങ്ങൾക്ക് ഒരു എന്താ പറയാ, ഒരു കണക്ക് കൂട്ടലില്ല. ഒരു വീട്ടിൽ അവസാനം പെരുന്നാളിന് നല്ല ഉടുപ്പ് ധരിക്കുന്നതാരാ? ഒരു വീട്ടിൽ അവസാനം കിടന്നുറങ്ങുന്നതാരാ? ഒരു വീട്ടിൽ ആദ്യം ഉണരുന്നതാരാ? ഉമ്മയാ ഭാര്യ. ഒന്ന് ടൈം വെച്ച് നിങ്ങളങ്ങ് പോന്നാൽ ബിബി നഫീസത്തു മിസ്രിയ ഏറെ ബീരീദ ശറഫ് മികന്തുള്ള വിവരം വിലായത്തിൽ പൂത്തുള്ള നല്ല വളർമ നഫീസത്തു മിസ്രിയ. ഒരു ദിവസം എത്ര ഖത്തമോദിയ ആളുകളാണ്? ഒരു ദിവസം എത്ര റക്അത്ത് നിസ്കരിച്ച ആളുകൾ? ഇവർക്കൊക്കെ ഇതിന് സമയം കിട്ടി. അങ്ങനെ ഈ റമദാനിൽ ഒരു സഹോദരി വാട്സാപ്പിൽ ഒരു സങ്കടം അറിയിച്ചു. എന്താണെന്നറിയോ? ഒരു ക്ലാസ്, ഒരു വഅദ്. റമദാനിൽ സഹോദരിമാർക്ക് അമല് കുറവാണ്, അതിനെ കുറിച്ചൊന്ന് പറയാൻ.
ആ സഹോദരി പറഞ്ഞു, ഞാനും ആലോചിച്ചു, നമ്മുടെ പെണ്ണുങ്ങള് റമളാനിലാണ് ഏറ്റവും കൂടുതൽ അടുക്കളയിൽ സമയം ചെലവ് ചെയ്യുന്നത്. അങ്ങനല്ലേ? ഏറ്റവും കൂടുതൽ ഭക്ഷണം വേസ്റ്റ് ആകുന്നതും റമളാനിലാ, ഫ്രിഡ്ജ് നിറയുന്നത് റമളാനിലാ. പെരുന്നാളിന് പോയി കൊളസ്ട്രോൾ ചെക്ക് ചെയ്താൽ തൂക്കം നോക്കിയാൽ ഒരു 6 കിലോ കൂടിയിട്ടുണ്ടാവും. സത്യത്തിൽ തിന്നാൻ വേണ്ടിയുള്ള മാസമാണോ റമളാൻ? റമളാനിൽ പെണ്ണുങ്ങൾക്ക് പലർക്കും ഇബാദത്തുകൾ കുറവാണ്. സമയം നോക്കണം ജീവിതത്തിൽ. പണ്ടുണ്ടായിരുന്നു 8 മണിയുടെ ചെടി ഉണ്ടായിരുന്നു, 10 മണിയുടെ ചെടി ഉണ്ടായിരുന്നു. അടുക്കള ഭാഗത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഓടിന്റെ വിടവിലൂടെ 11:30 മണിക്ക് ഇങ്ങനെ വെയിലടിച്ചാൽ ഒരു കോഴിമുട്ടയുടെ ആകൃതിയിൽ സൂര്യപ്രകാശം അടുക്കളയുടെ അകത്ത് വന്നാൽ അമ്മ പറയും, അല്ലോ വാങ്കുളിക്കാറായി. ആര് മനസ്സിലായില്ലേ? 10 മണി ചെടി നോക്കിയിട്ട് സമയം നോക്കിയവരുണ്ടായിരുന്നു. സമയബോധമില്ല. ഹുവല്ലദീ ജഅല الشمس ضياء والقمر نورا وقدره منازل لتعلموا عدد السنين والحساب. സൂര്യനെയും ചന്ദ്രനെയും അല്ലാഹു പടച്ചു. എന്തിനു വേണ്ടി? ഈ നിഴൽ സംവിധാനത്തെ അല്ലാഹു വെച്ചു. എന്തിനു വേണ്ടി? ലിതഅലമു, ഒന്നറിയണേ സമയത്തെക്കുറിച്ച്. നമ്മുടെ സഹോദരിമാർ സമയത്തെക്കുറിച്ചൊരു ബോധമുള്ളവരാവണം. നിങ്ങളുടെ സമയം വെറുതെ കളയാനുള്ളതല്ല. ഭർത്താവ് വരുന്ന സമയം നോക്കിയിട്ട് നേരത്തെ വൃത്തിയാവണേ. ഞാനൊന്ന് പറയട്ടെ, ഇസ്ലാമിക കർമ്മശാസ്ത്രം ഫത്ഹുൽ മുഈൻ അടക്കം പറയുന്നുണ്ട്, 6 മാസത്തിലൊരിക്കൽ ഒരു പെണ്ണിന് വീട്ടുവസ്ത്രം അവളുടെ അവകാശമാ. 6 മാസത്തിലൊരിക്കൽ അവൾ വീട്ടിലിടുന്ന വസ്ത്രം അവൾക്ക് വാങ്ങിക്കൊടുത്തേ പറ്റൂ. മനസ്സിലായോ? അവളുടെ വീട്ടുവസ്ത്രം 6 മാസത്തിലൊരിക്കൽ. ഇക്ക പെരുന്നാളിനെടുത്താ മതി. 2 പ്രാവശ്യം എടുക്കണം വർഷത്തിൽ ഡ്രസ് എടുക്കുന്ന കാര്യം. അതിങ്ങനെ പ്രോഗ്രസ് കാർഡിന് ഒപ്പിടാൻ പോയപ്പോ മഞ്ഞ ചുരിദാർ, അപ്പുറത്തെ വീട്ടിലെ കല്യാണത്തിന് ഇനി അത് പറ്റൂല, ചുവന്നത് വേറെ വേണം. ആ സിസ്റ്റർ അല്ലേ പറഞ്ഞത്? വീട്ടുവസ്ത്രം ഇത് എപ്പോഴും വൃത്തികേടാവും. പത്രം കഴുകുമ്പോൾ വൃത്തികേടാവും. അതാ ലൊഹറും അസ്റും ജാമായത് അങ്ങനെ പറ്റൂല. ലൊഹറിന്റെ സമയമാകുമ്പോൾ ശരീരത്തിൽ നിജസുണ്ടെങ്കിൽ ഷവറുണ്ടല്ലോ, വീടിന്റെ അകത്ത് ബാത്റൂം ഉണ്ടല്ലോ. നമുക്ക് അല്ലാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്ത നമ്മുടെ കുടുംബത്തിൽ ദീനുണ്ടാവുക എന്നത്. എന്റെ ഉമ്മ അവ്വലു വഖത്തിൽ ളുഹർ നിസ്കരിക്കുന്നവരായിരുന്നു എന്ന് മോള് കണ്ടു പഠിക്കുകയും ശീലിക്കുകയും ചെയ്യണേ. അപ്പൊ അങ്ങനെ മീനൊക്കെ നന്നാക്കി വൃത്തികേടായത് മാറ്റിയിടാം. വേഗം പോയി മേല് കഴുകിയിട്ട് ഒരു പുതിയ മാക്സി ഇടാം, എന്നിട്ട് നിസ്കരിക്കാം. എന്നിട്ട് ബാക്കി പണി തുടങ്ങിക്കോ. അസ്രാകുമ്പോ അതും വൃത്തികേടായ. ഇങ്ങനെ കൂടെ കൂടെ മാറ്റാനുള്ളത് കൊണ്ട് 6 മാസത്തിലൊരിക്കൽ വീട്ടുവസ്ത്രം അവളുടെ അവകാശം എന്ന് പറഞ്ഞത്. ഇത് ഇസ്ലാമിക കർമ്മശാസ്ത്രം നഫഖയുടെ അധ്യായത്തിൽ പറയുന്നുണ്ട്. അവൾക്ക് കൂടെ കൂടെ ഡ്രസ്സ് മാറേണ്ടി വരും, കാരണം വീട്ടുവേല അങ്ങനെയാ. ഇനി ഒരു വയസ്സായ ഒരു കാർന്നോരും വീട്ടിലുണ്ടെങ്കിൽ ഒന്നും കൂടി അവൾ ടൈറ്റ് ആവും. പോരാത്തതിന് ഒരു പശുവും കൂടി ഉണ്ടെങ്കിൽ നോക്കുകയും വേണ്ട. അപ്പൊ ഭർത്താവ് വരുമ്പോൾ നല്ല റാഹത്തില് കണ്ടാൽ സന്തോഷം തോന്നണം. ഹബീബിന്റെ മുന്നിലേക്ക് ഒരു സഹോദരി, കുടുംബ ബന്ധമുള്ള ഒരു സഹോദരി ഒരു കത്ത് കൊടുത്തു. കത്ത് കൊടുത്തപ്പോൾ റസൂൽ അവളുടെ കയ്യെ കണ്ടു. നീ വിവാഹിതയല്ലേ മോളെ? അതേ നബിയെ. എന്നിട്ട് എന്തേ നിന്റെ കയ്യിൽ മൈലാഞ്ചി ഇല്ലാത്തതെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഉമ്മമാരെ, മൈലാഞ്ചിയുണ്ടോ കയ്യിൽ? വിവാഹത്തിന് മുമ്പ് മൈലാഞ്ചി ഇടൽ പെണ്ണിന് കറാഹത്താ, വിവാഹത്തിന് ശേഷം സുന്നത്താം. ആണ് വിവാഹം കഴിച്ചാലും ഇല്ലേലും തലമുടി നിറച്ചത് ചോപ്പിക്കാനല്ലാതെ എവിടെ മൈലാഞ്ചി ഇട്ടാലും ഹറാമാണെന്ന് പറയുന്നു ഇസ്ലാമിക കർമ്മശാസ്ത്രം. ഭാര്യ പദവിയിലുള്ള പെണ്ണ് അണിഞ്ഞൊരുങ്ങി നിൽക്കണം, ചമഞ്ഞൊരുങ്ങണം ഭർത്താവിന്റെ മുന്നിൽ. അത് നിന്റെ മുന്നിൽ നീ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തമായി അല്ലാഹു ഏൽപ്പിച്ച കാര്യമാണ്. ഏറ്റവും നല്ല പെണ്ണ് ഭർത്താവിന്റെ കണ്ണിന് സന്തോഷം നൽകുന്ന പെണ്ണാ. ഇക്ക വരുമ്പോൾ അവർക്ക് ഏത് വസ്ത്രമാ ഇഷ്ടമെന്നത് നിനക്ക് നീ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാ. ആരോടും ഇക്ക ഇഷ്ടപ്പെടുന്നത് ഇന്നതാണെന്ന് പറയൽ പാടില്ല പെണ്ണേ. എന്റെ ഭർത്താവിന് ഇതൊക്കെ ഇഷ്ട പറയാൻ പാടില്ല.
അതൊരു രഹസ്യ, അത് നീ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്ത. അത് അവന് നീയും അള്ളാഹി മാത്രമല്ല വേറൊരു പടപ്പറിയരുത്. എന്നും ആ വയലറ്റ് കളറായിട്ടില്ല, മൂപ്പർക്ക് അതായിരിക്കും ഇഷ്ടല്ലേ എന്ന് ഊഹിച്ചോട്ടെ, കുഴപ്പമില്ല, 2 3 വാങ്ങിക്കും. അതുപോലെ തന്നെ ഉണ്ട് ചില ആണുങ്ങൾ, ഇവർക്ക് ഇതൊന്നും ബാധകല്ല. അവനെങ്ങനെ നിന്നിട്ട് കരസേനാ മേധാവിയുടെ മാതിരി ഒരു കസേര ഇട്ട് അവിടെ ഇരുന്നിട്ട് അങ്ങനെ ഓർഡർ ചെയ്യൽ മാത്രമേ ഉള്ളൂ. ഇതൊന്നും മൂപ്പർക്ക് ബാധകല്ല. ആ പഴയ കീറിയ ടീഷർട്ടൊക്കെ വാരിയിട്ട് കത്തിച്ചു എന്നിട്ട് നല്ലത് ഇടിക്കും. മീശൊക്കെ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഒരു ഗ്ലാസ് ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഈ പുഴയുടെ അരിയത്ത് മരത്തിന്റെ പേരില് പ്ലാസ്റ്റിക്കിന്റെ കൂട് തടഞ്ഞു വെക്കണം. അതിലായിരിക്കും ഒരു ഗ്ലാസ് പാൽ ചായ കുടിച്ച ഈ കാക്കാട് മീശയുടെ തുമ്പത്തിരിക്കുന്നത്. അതൊക്കെ ഉറങ്ങി കിടക്കുമ്പോൾ വെട്ടിക്കളയാ. ഒന്ന് മെനക്കും വൃത്തിക്കും നടത്താം. തലമുടിയിലൊക്കെ കുറച്ച് എണ്ണയൊക്കെ തേപ്പിച്ചിട്ട് മനുഷ്യന്മാരുടെ അടുത്തേക്ക് ആ തേച്ച ഡ്രസ്സൊക്കെ ഇട്ട് എന്തൊക്കെ ലിനനിട്ട് അങ്ങോട്ട് പോട്ടെ, പെണ്ണങ്ങോട്ട് തീരുമാനിച്ച എങ്ങനെയാവും? നന്നാവും. കുറച്ച് നാളെ ജീവിക്കുന്നുള്ളൂ. ഒന്ന് വൃത്തിക്ക് നടക്കാൻ പറയുക അല്ലേ? ഞാൻ മറ്റുള്ള സ്വകാര്യ ഭാഗങ്ങളൊന്നും പറയുന്നില്ല. ആണുങ്ങൾക്ക് വൃത്തിയാവുക എന്നുള്ളത് അവരുടെ അജണ്ടയെ പെട്ടതല്ല. അവരാകെ കല്യാണത്തിന് പോകുമ്പോൾ മാത്രം ഷൂ അടിക്കും, വേണമെങ്കിൽ ഒന്ന് ഷേവ് ചെയ്യും ചെയ്യും, അത്രേ ഉള്ളൂ. പെണ്ണുങ്ങൾ മാത്രമല്ല വൃത്തിയാവേണ്ടത്, ആണുങ്ങൾ. ഇത് നമ്മുടെ ഹക്കാണ്, ഭാര്യയോടുള്ള ഹക്കാണത്. 40 ദിവസത്തിൽ ഏറാൻ പാടില്ല. സ്വഹീഹ് മുസ്ലിം രേഖപ്പെടുത്തുന്നു, അള്ളാഹുവിന്റെ ഹബീബ് മീശ വെട്ടാത്ത സ്വഹാബിക്ക് 40 ദിവസത്തിലപ്പുറമാവല്ലേ എന്ന കർശന ഭാഷയിൽ നിലകൊണ്ടിരുന്നു. കക്ഷരോമം നീക്കാൻ, ഗുഹ്യരോമം നീക്കാൻ 40 ദിവസത്തിനപ്പുറം പോവാൻ പാടില്ല. അത് കർശനമായിരുന്നു. എല്ലാ വെള്ളിയാഴ്ചയിലും അത് സുന്നത്തായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ആണുങ്ങൾ വൃത്തിയായി നടക്കണം. നല്ല വേഷം, നല്ല വാച്ച്, നല്ല മൊബൈൽ, നല്ല സദസ്സ്, നല്ല വസ്ത്രം, ഇത് ഭാര്യമാരും ശ്രദ്ധിക്കണം. നല്ലോണം നടക്കണം. ഇന്നല്ലാഹ യുഹിബ്ബു അൻ യറാ അസ്റ നിഅമിഹി അലാ അബ്ദിഹി മുഹമ്മദ് മുസ്തഫ. സ്വലാത്തിന് വോൾട്ടേജ് പോരാ, മുഹമ്മദ് മുസ്തഫ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു അവന്റെ അടിമയിൽ അല്ലാഹ് ചെയ്ത അനുഗ്രഹത്തിന്റെ അസർ കാണാൻ, അടയാളം കാണാൻ അല്ലാഹു ഇഷ്ടപ്പെടുന്നു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലാഹു ഇഷ്ടപ്പെടുന്നുണ്ട്. നമുക്ക് അല്ലാഹ് തന്ന നിഅമത്തുകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവട്ടെ. നല്ല വസ്ത്രം ധരിച്ചോളൂ. കുടുംബത്തിലെ പെണ്ണേ, ഭർത്താവിന് നീ കണ്ണിന് കുളിർമയേകുന്ന പെണ്ണാവണേ. വമിൻ ആയാതിഹി അൻ ഖലഖ ലകും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനൂ ഇലൈഹാ. എന്തിനാ നമുക്ക് ഭാര്യ, എന്തിനാ നമുക്ക് ഭർത്താവ്? നമ്മുടെ ശരീരത്തിന്റെ അംശമാ, നമ്മുടെ ശരീരം തന്നെയാ ഭാര്യയുടെ ശരീരത്തിന്റെ ഒരു ഭാഗം, അല്ലെങ്കിൽ അതിന്റെ പരിപൂർണ ഭാഗം ഭർത്താവാ. നീ അവിടെ നിന്ന് ഇങ്ങു വന്ന അതിന്റെ അംശമാ, അവള് നിന്റെ ശരീരത്തിന്റെ അംശമാ. നിന്റെ ഏത് സങ്കടത്തിനും അവളുടെ മുഖത്തൊന്ന് നോക്കിയാൽ ആ സങ്കടം തീരണേ. നിന്റെ ഏതൊരു സങ്കടവും അവന്റെ മുഖത്ത് നോക്കിയാൽ അതൊന്ന് തീരണേ. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സന്തോഷം, എല്ലാത്തിനും പോന്ന ഒരു ആണ് അവളുടെ പിന്നിലുണ്ട് എന്നതാ. ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ധൈര്യം അതാണ്. അതുകൊണ്ടാണ് സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സദസ്സിൽ വെച്ച് ഈ ലോകത്തെ ഏറ്റവും വലിയ ദുരന്തം എന്തെന്ന് ചോദിച്ചപ്പോ യൗവനം നിലനിൽക്കെ ഒരു ഭാര്യ വിധവയാവലാണെന്ന് മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അനുയായികളോട് പഠിപ്പിച്ചു. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എന്തിനും പോന്ന ഒരുത്തൻ കൂടെ ഉണ്ട് എങ്കിൽ ഒരു പെണ്ണിന് ഈ ഭൂമിയിൽ കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമതാണ്. ദുനിയാവിന്റെ ഏറ്റവും വലിയ വിഭവം ദീനീ ബോധമുള്ള ഒരു ഭാര്യയാണ്. അത് വല്ലാത്ത ഒരു പദവിയാ. ജീവിതത്തിൽ ഏത് സ്വാതന്ത്ര്യവും പ്രകടിപ്പിക്കാൻ അവകാശം അവിടെയില്ല. നിനക്കങ്ങനെ ഒരു തോന്നലുണ്ട്, നീ എത്ര വട്ടം വാപ്പാക്ക് വിളിച്ചാലും അവൾ നിന്ന് കേട്ടു നിൽക്കുമെന്ന്. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം അല്ലാഹു നിന്നെ ഏൽപ്പിച്ചിട്ടില്ല. എന്ത് ചീത്തയും അവളോട് പറയാൻ പാടില്ല. ഈ ലോകത്ത് ഏറ്റവും നിലവാരത്തിൽ ഒരാള് മറ്റൊരാളോട് വർത്തമാനം പറയേണ്ടത് കസ്റ്റമർ കെയറിൽ നിന്ന് നമ്മൾ വിളിക്കുമ്പോൾ അവർ വർത്തമാനം പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. നമ്മുടെ ഓർമ്മ ജീവിച്ച് മരിക്കണവരവർ അങ്ങനെ പറയണെന്ന്. കുറച്ച് കഴിയുമ്പോൾ മൈക്കൊക്കെ മാറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ കസ്റ്റമർ കെയറിലെ ഉദ്യോഗസ്ഥനും ചോദിക്കും, ഞാനാ അവളെ കൂട്ടാനെന്ന് ചോദിക്കും അല്ലേ. സ്റ്റാൻഡേർഡൊക്കെ കൂടെ മാറും ചിലപ്പോൾ.
ജീവിതത്തിൽ മരണം വരെ ഏറ്റവും നിലവാരത്തിൽ സംസാരിക്കേണ്ടത് ഭർത്താവ് ഭാര്യയോടാണ്. ഒരു വൃത്തികേടും പറയാൻ പാടില്ല. അതിൽ തന്നെ മാന്യമായ ഭാഷ വേണം. എത്രത്തോളം പരസ്പരം കാണൽ അനുവദനീയമായ ഒരു ഇടമായിട്ടും റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്, ഹബീബിൽ നിന്നും ഞാൻ കണ്ടിട്ടില്ല, എന്നിൽ നിന്നും നബിയും കണ്ടിട്ടില്ല. സയ്യിദത്തുനാ ആയിഷ സ്വഹീഹുൽ ബുഖാരി രേഖപ്പെടുത്തുന്നു. എല്ലാത്തിനും പറ്റിയട എന്നാലും മാന്യത. അള്ളാഹുവേ, ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്ത ഭാര്യ. ഇനി അവിടെ നിന്ന് കടന്നാൽ ഇവള് കുടുംബിനിയാ, മക്കള്. എന്തൊരു ത്യാഗമാണ് ഒരു പെണ്ണ് ജീവിതത്തിൽ. ഈ പിള്ളേരൊക്കെ സ്കൂളിൽ പോണ സഹോദരിമാരൊക്കെ സമ്മതിക്കണം. അവരെങ്ങനെ രാവിലെ ഒരെണ്ണം 4ാം ക്ലാസ്സിൽ, ഒരെണ്ണം 7ാം ക്ലാസ്സിൽ, പിന്നെ ഒരെണ്ണം നഴ്സറി പോകണം, ഒരെണ്ണം ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ടില്ല. ഒരു 4 പിള്ളേരുള്ള വീട്ടിലേക്ക് കാലത്തെ കയറി ചെന്നുള്ള ഹാലെന്തായിരിക്കും? വേറൊന്നുമില്ല, മൂപ്പര മുൻവശത്തിരുന്ന് പത്രം വായിക്കണ്ടാവും, ചിലപ്പോൾ വീഡിയോ വലിക്കണ്ടാവും. അപ്പോഴുണ്ട് ഒരു കാറ്റും കൂടെ അടിച്ചപ്പോൾ ഒരു പത്രത്തിന്റെ കഷ്ണം നടുവിലെ പേജ് അങ്ങോട്ട് പറന്നു പോയിട്ടുണ്ട്. അതെടുക്കഞ്ഞ് ഒരു വിളിയാ. ആരെ? കക്ഷത്തിലെ ചട്ടകം, ഇവിടെ വാട്ടർ ബാഗ്, മറ്റേ ടെക്സ്റ്റ് ബുക്ക് ഇപ്പുറത്തെ കയ്യിൽ. ഇനി പിന്നെ വേറെന്തോ കടിച്ചും പിടിച്ചിട്ടുണ്ട്. ആര്? വീട്ടിലെ സഹോദരി, ഭാര്യ. മൂപ്പരുടെ നടുവിലെ പത്രം കാറ്റ് വന്നപ്പോ അങ്ങോട്ട് പറന്നു പോയിട്ടുണ്ട്. അത് എടുക്കാൻ വേണ്ടിട്ട് ഇനി ഈ ആള് വന്നം. ഇത് ആണുങ്ങളുടെ സഹകരണം. മിഷ്കാത്തിലുണ്ട് ഹദീസ്, ഹബീബായ നബി തങ്ങൾ വസ്ത്രം കഴുകുമായിരുന്നു, ചെരുപ്പ് തുന്നുമായിരുന്നു, അടുക്കള വേലയിൽ ഭാര്യയെ സഹായിക്കുമായിരുന്നു, വാങ്ക് വിളി കേൾക്കുമ്പോൾ അത് അവിടെ വെച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോകുമായിരുന്നു. സയ്യിദുനാ റസൂലുള്ളാഹി. പാചകമറിയാവുന്ന സഹോദരന്മാരെ ഒന്ന് സഹായിക്കാം, അത് ദീൻ പഠിപ്പിച്ചതാം. തലയിലാവാതെ നോക്കിക്കൊള്ളു കേട്ടോ. ചിലപ്പോൾ അതൊക്കെ കൂടിയിട്ട് അങ്ങനെ ഏൽപ്പിച്ചിട്ട് മൂപ്പര് തീറാക്കി എഴുതി തന്നിട്ട് അപ്പുറത്തേക്ക് പോയിട്ടുണ്ടാവും. അങ്ങനെ ആവാട്ടെ കൂടി നോക്കേണ്ടത്. അങ്ങനെ ഉണ്ടല്ലോ ചില പെണ്ണുങ്ങൾക്ക്. അങ്ങനെയാ, ഇങ്ങനെ കാണിക്കുള്ളൂ, പക്ഷെ അടുത്തേക്ക് വരുമ്പോൾ ഇത്ര ഉണ്ടാവും. ഇടക്ക് സഹായിച്ചു കൊടുക്കാം. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പരസ്പരം സഹകരിക്കണം. കൂടുമ്പോൾ ഇമ്പം. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അമാനത്താ ഭാര്യ, ഏറ്റവും വലിയ അമാനത്താ ഭർത്താവ്, മക്കള്. ഒരു മനുഷ്യൻ അല്ലാഹു 4 കാര്യം കൊടുത്തു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ജീവിതത്തിന്റെ 2 ലോകത്തിന്റെയും സർവ്വ സൗഭാഗ്യങ്ങളും അവന് കിട്ടിയെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി ത്വബറാനി മുഅ്ജമിൽ ഉദ്ധരിക്കുന്നു, ബൈഹഖി സുനനിൽ ഉദ്ധരിക്കുന്നു. അർബഉൻ മൻ ഉഅതിയഹുന്ന ഫഖദ് ഉഅതിയ ഖൈറയദ് ദുനിയാ വൽ ആഖിറ. 4 കാര്യം അല്ലാഹു നിനക്ക് തന്നിട്ടുണ്ട് എങ്കിൽ ദുനിയാവും കിട്ടി, ആഖിറവും കിട്ടി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പഠിച്ചു വെച്ചോളൂ. 4 കാര്യം നമുക്ക് അല്ലാഹു തന്നിട്ടുണ്ട് എങ്കിൽ ദുനിയാവും കിട്ടി, ആഖിറവും കിട്ടി. ഒന്നാമത്തേത് കേട്ടോളൂ. ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്നു, ലിസാനുൻ ദാകിറുൻ, അല്ലാഹുവിന് ഇഷ്ടമുള്ളത് മാത്രം പറയുന്ന നാവാ. അല്ലാഹുവിന് ഇഷ്ടമുള്ളതല്ലാത്ത മറ്റൊന്നും പറയൂല. അങ്ങനത്തെ ഒരു നാവ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിന് ഇഷ്ടമുള്ളത് മാത്രം പറയുന്ന നാവാണോ എന്റെയും നിങ്ങളുടേതും? രണ്ടാമത്തേത് ലിസാനുൻ ദാകിറുൻ വഖൽബുൻ ശാകിറുൻ, നന്ദിയുള്ള മനസ്സ്. എല്ലാവരോടും ഒരു നന്ദിയുണ്ട്, ഒരു നന്ദി, അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, അതുണ്ടാവണം. ഇല്ലെങ്കിൽ നന്ദി ഇല്ലാത്തവൻ ഈമാൻ ഇല്ലാത്തവനാണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തേത് അല്ലാഹു തരുന്ന ബലാ മുസീബത്തുകളെ സഹിക്കാൻ ഇത് അല്ലാഹ് തന്നതാണെന്ന തോന്നലിൽ കടിച്ചമർത്തേണ്ട വേദനകളെ കടിച്ചമർത്താൻ, അതിന് ശരീരത്തെ പാകപ്പെടുത്തിയെടുക്കാം. അല്ലാഹുവേ, മഹാന്മാരായ സ്വഹാബത്തിൽ പലർക്കും പല്ല് വേദന വന്നിട്ട് 30 വർഷത്തോളം കൊണ്ട് നടന്ന് ആരെയും അറിയിക്കാത്ത സ്വഹാബിയുണ്ട്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിന്റെ കാഴ്ച പോയിട്ട് എത്രയോ വർഷങ്ങളോളം ആരും തിരിച്ചറിഞ്ഞതേയില്ല. ക്യാൻസർ വന്ന് വേദന തിന്നുമ്പോഴും മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് ചിരിച്ചു കാണിച്ചല്ലോ. വേദന തിന്നാൻ ശീലമുള്ള ഒരു ശരീരം. സഹോദരിമാർ ആ കാര്യത്തിൽ വല്ലാതെ പരിശീലിച്ചവരാ. എത്ര പ്രാവശ്യം അവർ അടുക്കളയിൽ വെച്ച് കൈ മുറിയുന്നത് ആരും അതറിയുന്നില്ല. വല്ലപ്പോഴൊക്കെ അങ്ങനെ പിടിച്ചു നോക്കണം, കൈ മുറിഞ്ഞുണ്ടോന്ന്. മനസ്സിലായ? ഭർത്താക്കന്മാർ നോക്കണം കൈ മുറിഞ്ഞോ ഇല്ലെന്നുള്ളത്. പഴയ കാലത്ത് ഉമ്മമാരുടെ കൈ മുറിയലും പൊള്ളലും ഒക്കെ ഉണ്ടാവും. അതിങ്ങനെ പാറമടയിൽ ഓടുന്ന ടിപ്പറാകുമ്പോ കുറച്ച് സ്ക്രാച്ച് വന്ന ഡ്രൈവർ നോക്കാറില്ല, എന്നാ പോരാ
നല്ലോണം പണിയെടുക്കണം ഉമ്മമാർക്ക് ഇതൊന്നും വിഷയമല്ല. ഞാൻ ഇന്നാള് എന്റെ വീട്ടിൽ ചെന്നപ്പോൾ ഉമ്മയുടെ കൈ മുറിഞ്ഞിരിക്കുക, ഇവിടെ പൊള്ളിയിരിക്കുക. പഴയ ആളുകളാവുമ്പോൾ അതൊന്നും ഒരു വിഷയമല്ല. കാരണം അവർ പരിശീലിച്ചു. ബദനുൻ അലൽ ബലാഇ സാബിറുൻ. ഈ പറഞ്ഞ ഗുണം അവർക്കുണ്ട്. വിഷമം വരുമ്പോൾ സഹിക്കാനുള്ള ഒരു ക്ഷമയുള്ള ശരീരം. ആണുങ്ങളുടെ കാര്യം ചർച്ചയേ അല്ല. വെള്ളിയാഴ്ച നഖം വെട്ടാൻ നൈൽ കട്ടർ കണ്ടില്ല, അപ്പോഴാണ് ഒരു പഴയ ബ്ലേഡ് അതൊന്നും അങ്ങോട്ട് ചിത്തിപ്പോ ലേശം അങ്ങോട്ട് കയറി ഇത്തിരി ചോര വന്നു. 3 ദിവസത്തേക്ക് മൂപ്പർക്ക് പനിയും തലവേദനയാ. അതിന്റെ പേരിൽ ഉണ്ടാവൂല. എന്നാലും ആണുങ്ങൾ വേദന തിന്നൂല. അതുകൊണ്ടാണ് ഈ പ്രസവിക്ക എന്ന പണി അള്ളാഹു പെണ്ണിനെ ഏൽപ്പിച്ചത്. ആണ് വേദന തിന്നൂല, പെണ്ണ് വേദന തിന്നും, പെണ്ണ് സഹിക്കും, ക്ഷമിക്കും. അള്ളാഹുവേ കൂലി കൊടുക്കണേ അള്ളാ. നമ്മുടെ ഉമ്മമാര് സഹിച്ചതിന് എവിടെയാ കണക്ക് തീർക്ക? ഒരിടത്തും ആ കണക്ക് തീരൂല. നമ്മുടെ ഭാര്യ നമ്മുടെ വീട്ടിൽ കിടന്ന് എങ്ങനെയാണോ കൈ പൊക്കി അവളുടെ നേരെ ചെല്ലാൻ നമുക്ക് തോന്നാ. നമ്മുടെ വീട്ടിൽ ഓടിക്കളിക്കുന്ന പൂമ്പാറ്റകളെ പ്രസവിക്കാൻ നേരത്ത് നമ്മൾ അറിയാത്തൊരു വേദന അവള് തിന്നിട്ടുണ്ട്. ആ കടപ്പാട് എവിടെ തീർക്ക? എങ്ങനെ അവളുടെ മുഖത്ത് നോക്കിയിട്ട് വാപ്പാക്ക് വിളിക്ക? നിന്റെ വാപ്പയെ സംരക്ഷിക്കേണ്ടത് അവളല്ലേ? അവള് ത്വലാഖ് ചൊല്ലി നിന്റെ വീട്ടിൽ നിന്ന് പോയാലും ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ നിന്റെ വാപ്പയെ കൊണ്ടുവന്നത് കണ്ടപ്പോ അവശതയിൽ തളർന്നിരിക്കുന്ന വാപ്പയെ നീ മുമ്പ് ത്വലാഖ് ചൊല്ലി ഒഴിവാക്കിയ ഭാര്യ അന്ന് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് അവിടെ വെച്ചും ഈ വാപ്പയെ വാപ്പ എന്ന നിലയിൽ പരിചരിക്കാം. തൊട്ടാൽ ഒന്നും മുറിയില്ല. ആ ഒരു സൗകര്യം പോലും ഇസ്ലാം വെച്ചിരിക്കാം. എങ്ങനെയും പെണ്ണിനെ സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്തം ആണുങ്ങളിൽ. ഇന്ന് ഒരു മഹലിന്റെ ഹിസ്റ്ററി, നിക്കാഹിന്റെ ഹിസ്റ്ററി എടുത്തു നോക്കിയാൽ വിവാഹം പോലെ തന്നെ വിവാഹമോചനം അറിയില്ല. എന്ത് പറയണം, എങ്ങനെ പെരുമാറണം, ആർക്കും അങ്ങും ഇങ്ങും അറിയാത്ത ഒരു കാലം. പെണ്ണിനെ ആദരിക്കുക എന്നത് ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല ക്വാളിറ്റി. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവക്കാരൻ, അഹ്സനുഹും ഖുലുഖാ അഹ്സനുഹും ഇലാ അഹ്ലിഹി, നിങ്ങളിലെ ഏറ്റവും നല്ലവൻ ഭാര്യയ്ക്ക് നല്ലവനാവല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഹദീസിന് മഫ്ഹൂമ മഅന ഉണ്ടാവാം. ഭാര്യ ഏറ്റവും നല്ല ഭാര്യയാവേണ്ടത് ഭർത്താവിന് നല്ലവളാകുമ്പോഴാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെയുള്ള ഒരു സുഹൃത ബാന്ധവത്തിന്റെ ഇടയിൽ ഇനി ചാറ്റിങ്ങിലോ അല്ലാതെയോ ഒരു ഇബ്ലീസ് വരൂല. അള്ളാഹു ആ ബന്ധങ്ങളിൽ ബർക്കത്ത് ചെയ്യും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരു മനുഷ്യന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടാനുള്ള 4ാമത്തെ കാര്യം നല്ലൊരു ഇണം. അസാന്നിധ്യത്തിൽ മിസ്കോളിന്റെ പിന്നാലെ പോകാത്ത ഭർത്താവ്, അസാന്നിധ്യത്തിൽ ഭർത്താവിനെ വഞ്ചിക്കാത്ത ഭാര്യ. വസൗജത്തുൽ ലാ തബ്ഗി ഖൗനം ഫീ മാലിഹി വലാ ഫീ ജസ്ദിഹാ. അസാന്നിധ്യത്തിൽ ഭർത്താവിനെ വഞ്ചിക്കാത്ത ഭാര്യ, ഭാര്യയെ വഞ്ചിക്കാത്ത ഭർത്താവ് നമുക്കുണ്ടോ? ദുനിയാവും ആഖിറവും രക്ഷപ്പെട്ടു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. സ്വർഗത്തിന്റെ വിഭവമായി അവിടെ ഇവള് വരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഒരു മയ്യത്ത് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ദുആ ചെയ്യുമല്ലോ, വസൗജൻ ഖൈറൻ മിൻ സൗജിഹി. അല്ലാഹുവേ, കൂടെ ജീവിച്ച ഈ ജീവിത പങ്കാളിയെ ഖൈറായി തന്നെ അവിടെ കൊടുക്കണേ. ഈ ദുആ പറയുമ്പോൾ ഷെർവാനി വിശദീകരിക്കുന്നുണ്ട്, ഈ ഭാര്യ തന്നെയാ അവിടെയും കിട്ടാം. ചിലർക്ക് വയതിന് വരണ്ടെന്ന് തോന്നുന്നുണ്ടാവും. കാരണം ഇവിടെ നിന്ന് കണ്ണടച്ചിട്ട് വേണം അവിടെ പോയി ഉറങ്ങാൻ. കിടക്കപ്രതി കല്യാണം കഴിഞ്ഞ അന്ന് മുതൽക്ക് ഈ സാധനത്തിനെ കൊണ്ട് കിട്ടിയിട്ടില്ല. ഇനി അവിടെ സ്വർഗത്തിൽ ഇത് തന്നെയാണോ ഉസ്താദേ? അത് തന്നെയാണ് ഖൈറായിട്ട് തരാനാ പറഞ്ഞത്. അപ്പൊ ഇവിടെയുള്ള ആ കുശുമ്പും ആ പ്രശ്നക്കാട് മാറ്റിയിട്ടാ പഠിച്ചവനെ അവിടെ കൊണ്ടുവരാം. സോഫ്റ്റ്വെയർ വേറെയാ. ഇവരെ നല്ല രൂപത്തിലെ കൊണ്ടുവരും. ഇമാം ഖുർത്തുബി സൂറത്തുൽ വാഖിഅയുടെ വ്യാഖ്യാനം പറയുന്നിടത്ത് ഇമാം സാവി പറയുന്നുണ്ട്, ഖുർത്തുബി പറയുന്നുണ്ട്, അവരൊക്കെ പറയുന്നുണ്ട്. അതുപോലെ സൂറത്തുർ റഹ്മാനിന്റെ വ്യാഖ്യാനം പറയുന്നിടത്തൊക്കെ പറയുന്നുണ്ട്. ഇവരിങ്ങനെ നല്ല രൂപത്തിലൊക്കെ അവിടെ വരുമല്ലോ. ഇമാം സാവി പറയുന്നുണ്ട് 70,000 ഇരട്ടി സൗന്ദര്യ ഇവർക്ക് സ്വർഗത്തിൽ വരുമ്പോ ആരേക്കാൾ? ഹൂറിലിനേക്കാൾ. കാരണം എന്താ? ഹൂറിലിൻ അലി സ്വർഗത്തിൽ കടക്കാൻ പറ്റൂല. ഹൂറിലീൻ സ്വർഗത്തിൽ സ്വസ്ഥായിട്ട് കഴിയണമെങ്കിൽ ഇവർക്ക് സൗന്ദര്യം കൂടുതൽ വേണം. ഹൂറിലീൻ അങ്ങോട്ട് നടക്കുമ്പോ കാലിന്റെ പാദസ്വരത്തിന്റെ ശബ്ദം, ചിൽച്ചിൽ ശബ്ദം, സുബ്ഹാനല്ലാഹ് മുഹമ്മദ് മുസ്തഫ. അപ്പൊ നമ്മുടെ ഇവിടുന്ന് പോയത്തങ്ങനെ നോക്കും, ആ കാലിൽ പാദസ്വരത്തിന്റെ കിലുക്കും, സുബ്ഹാനല്ലാഹ്.
കൈ ഇങ്ങനെ കാണിച്ചപ്പോ വളകിലുങ്ങി. അൽഹംദുലില്ലാ എന്ന ശബ്ദം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴുണ്ട് നടന്നു പോകുമ്പോ ചെരുപ്പടിക്കുന്ന ശബ്ദം, തഹ്ലീലിന്റെ ശബ്ദ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹബീബായ നബി തങ്ങൾ പറയാ. അപ്പൊ ഇവിടെ പെണ്ണിങ്ങനെ നോക്കി ക്ഷമ കെട്ടു. ഈ ഹൈറായിട്ട് ഈ സാധനം അവിടെ വരുമ്പോഴും എന്താ കോലം നോക്കണേ ചോദിക്കും. നീ നിസ്കരിച്ചോ? മാ സ്വല്ലൈതി, നീ നിസ്കരിച്ചിട്ടില്ലല്ലോ, നീ നോമ്പെടുത്തിട്ടില്ലല്ലോ, എന്നിട്ട് നിന്റെ ഒരു സുബ്ഹാനല്ലാഹ് ചോദ്യം ചെയ്യും. ഈ ഹദീസ് പറയുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയാ. ഹുറൈറയെ ചോദ്യം ചെയ്യും. നമ്മുടെ പെണ്ണുങ്ങൾക്ക് അവിടെ ചെന്നാലും നിസ്കാരം തന്നെയാ. നിസ്കരിച്ചോ? നീ നോമ്പ് പിടിച്ചോ? ഇല്ല. ഞാനിതൊക്കെ ചെയ്തിട്ട് അവിടെ നിന്ന് ഇവിടെ വന്നത്. 70,000 ഇരട്ടി സൗന്ദര്യത്തില ഈ ഭാര്യ അവിടെ വരാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സ്വർഗത്തിലാണെങ്കിലും നമ്മുടെ ഭാര്യമാർ തന്നെ ആ ജീവിതത്തിന്റെ സന്തോഷം എവിടെയാ? ആ ഭാര്യ പദവിയിൽ ഇരിക്കുമ്പോൾ അവൾ നിർവഹിക്കേണ്ടതും അവളോട് നിർവഹിക്കേണ്ടതും വലിയ വലിയ ഉത്തരവാദിത്തങ്ങൾ. എന്തിന്റെ പേരിലാ ഈ മഹത്വം അല്ലാഹു അവർക്ക് നൽകിയതെന്നറിയുമോ? അവർ ത്യാഗിയാ. അവർ എത്ര വേദന തിന്നവരാ. ഒരു നിമിഷം ഒന്ന് ആലോചിക്കൂ. നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ ഭാര്യ നമ്മുടെ മക്കളെ കൊണ്ട് നടക്കുന്നത്. നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഇതിലും കഷ്ടപ്പെട്ട ഒരു കാലമുണ്ടായിട്ടുണ്ട്. പല ഉമ്മമാരും അവരുടെ മക്കളോട് പ്രസവ വേദന അനുഭവപ്പെട്ടത് പാടത്ത് കൊയ്തുകൊണ്ടിരിക്കുന്ന നേരത്താണെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോഴും ആ 9-ാം മാസത്തിന്റെ നിറഞ്ഞ വയറിലും അവർക്ക് ത്യാഗം തന്നെയാ. അങ്ങനത്തെ ഒരു വേദന തിന്ന് അവർ പ്രസവിക്കുന്നു. ഒരു മകനും കാണാത്ത, ഒരു മകളും കാണാത്ത ഒരു വലിയ ത്യാഗം ഉമ്മ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ത്യാഗത്തെ ഖുർആൻ പറഞ്ഞു. ആയത്ത് തുടങ്ങുന്നത് വാപ്പാക്കും ഉമ്മാക്കും നിങ്ങൾ ഗുണം ചെയ്യണേ എന്ന് പറഞ്ഞുകൊണ്ടാ. എന്നിട്ട് വാപ്പയെ പറഞ്ഞില്ല, അവിടെ നിർത്തി. പിന്നെ ഉമ്മ ചെയ്ത ത്യാഗം, ഒരു മോനും കാണാത്ത ത്യാഗം, ഒരു മോളും ഓർക്കാത്ത ത്യാഗമാ പിന്നെ ഖുർആൻ പറഞ്ഞത്. ഉമ്മ വയറ്റിലേക്ക് ഗർഭാവസ്ഥയിൽ നിന്നെ ചുമന്നുകൊണ്ട് നടക്കാൻ ഒരുപാട് ത്യാഗം സഹിച്ചു മോനെ മോളെ എന്ന് ഖുർആൻ. 2 കിലോ ഭാരമുള്ള ഒരു പഞ്ചസാര പൊതിഞ്ഞു വെച്ച കിറ്റ് കൊണ്ട് അരമണിക്കൂർ ഒരു സ്ഥലത്തുകൂടെ നമ്മൾ ഇങ്ങനെ നടന്നാൽ, എന്തിനേറെ ഒരു കല്യാണത്തിന് പോയപ്പോൾ 5 കിലോ തൂക്കമുള്ള ഒരു സാധനം നമ്മുടെ കയ്യിൽ തന്നു. നമ്മൾ കല്യാണം കൂടാൻ പോയി, സ്വസ്ഥത കിട്ടുമോ? നമുക്ക് സ്വൈര്യമായി ആ കല്യാണത്തിൽ പങ്കെടുക്കാൻ പറ്റോ? എന്താ കാരണം? കയ്യിൽ പണ്ടാരൊരിക്കുക എത്രയാ? 5 കിലോ. ഇത് താഴെ വെക്കാൻ പറ്റൂല, ഇത് താഴെ വെക്കാൻ പറ്റൂല. അങ്ങനെ ഒരു ഭാരം ചുമന്നുകൊണ്ട് നമ്മൾ നടന്നാൽ ആലോചിച്ചു നോക്കണേ. 2.5 മാസമുള്ള പെണ്ണിന്റെ വയറ് 5 മാസത്തിലെത്തുമ്പോൾ 2 വട്ടം 2.5 മാസത്തിന്റെ ത്യാഗമാ അവൾ അനുഭവിക്കാം. വയറ് നിറഞ്ഞ ഭക്ഷണം കഴിച്ച ഒരാൾക്ക് എത്ര അസ്വസ്ഥതയാവുന്നു കിടക്കാൻ. വല്ലാത്ത ക്ഷീണമാ. ഞായറാഴ്ച അസറിന് പലരും പള്ളിയിൽ വരുമ്പോ മുഖത്ത് നോക്കുമ്പോ നല്ല ക്ഷീണം തോന്നും. കല്യാണത്തിന് പോയേക്കാറുന്നു, യുദ്ധത്തിന് പോയേക്കാറുന്നു എന്ന് പറഞ്ഞ മാതിരിയാ. ആ കവറി കൊടുക്കണത് ആ ഡെസ്കിന്റെ ചോട്ടിൽ അവൻ തീർത്തിട്ടാ വരുന്നത്. അവസാനത്തെ മടക്കും കൂടി നിവർത്തും വയറിന്റെ, അതിന് ആഞ്ഞങ്ങോട്ട് പിടിക്കും. എന്നിട്ട് ഒരു 3ാമത്തെ ട്രിപ്പും കൂടി അങ്ങോട്ട് ഇടും. എന്നിട്ട് വയറങ്ങോട്ട് നിറച്ച് ആ വീട്ടുകാരനോടുള്ള ദേഷ്യവും തീർത്തിട്ട് ഒരു പക്ഷേ ആ പല്ലിന്റെ അടയം കുത്തി പോണ പോക്ക് കണ്ടാ തോന്നും ഇന്ന് ലോഹർ അസുർ പോക്കാ. കാരണം ഉറക്കത്തിന്റെ ഹാൻഡലപ്പ് മൂപ്പര് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അങ്ങോട്ട് വരും. മുഖം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്ത വിഷമം തോന്നുന്നത്, എന്തോ കെന്റി ചാടിയ മാതിരി ഇരിക്കാം. അങ്ങനത്തെ അവസ്ഥയിൽ വയറ് നിറഞ്ഞിട്ട് നമുക്ക് കിടക്കാൻ പറ്റണ്ടോ? തിന്നിട്ട് വയറിഞ്ഞിട്ട് പറ്റണില്ല. പിന്നെ ഗർഭിണിയുടെ അവസ്ഥ പറയണോ? നമ്മളെ പലപ്പോഴും അവർ വിളിക്കണില്ല ഉറക്കത്തില്. നമ്മളിങ്ങനെ ജനറേറ്റർ ഓൺ ചെയ്ത മതി, സൗണ്ട് കൂർക്കം വലിച്ച ഉള്ള ഉറക്കം കൂടി അവർക്ക് കളഞ്ഞേക്കാൻ നിലവില്. അതിന്റെ ഇടയ്ക്ക് വയറ്റിലെ അസ്വസ്ഥതയും കൂടി ആകുമ്പോൾ അവർക്ക് ഇടയ്ക്ക് ഇങ്ങനെ എണീക്കല്. കുറെ കഴിയുമ്പോൾ പറ്റാതെ വരുമ്പോ ഒന്ന് വിളിക്കും, ഒന്ന് മൂത്രമൊഴിക്കാൻ കൂടെ വരും. അപ്പൊ തലയൊക്കെ മാന്തിയിട്ട് നമ്മൾ ഇങ്ങോട്ട് തിരിക്കും.
ആ എണിപ്പിക്കണ പാടില്ല സഹോദരിക്ക് ഒറ്റയ്ക്ക് പോവാൻ. ഇതൊക്കെ ഒരു സഹിക്കുക. ഇത് ഒരു മോനും കണ്ടിട്ടില്ല, ഒരു മോളും കണ്ടിട്ടില്ല. അതുകൊണ്ട് ഖുർആന്റെ ആയത്തിൽ അല്ലാഹു അത് കൃത്യമായി പറഞ്ഞു, ഉമ്മ ഒരുപാട് കഷ്ടപ്പെട്ട് അതിനെ ചുമന്നതെന്നാ പറയുന്നത്. നീ ഒരു ഭാരമായത് കൊണ്ടാണ് നിന്നെ ചുമന്നത്. ഏതൊരു ചുമടും താഴെ വെക്കുമ്പോ ഒരാശ്വാസ. ഈ ചുമട് താഴെ വെച്ചപ്പോൾ അവളൊന്ന് വിയർത്തു. ഈ ചുമട് താഴെ വെച്ചപ്പോൾ അവളൊന്ന് കരഞ്ഞു. ഈ ചുമട് താഴേക്ക് വെച്ചപ്പോ അവൾ ഒരു വേദന തിന്നു. ആ വേദനയെ മരണത്തോട് ചേർത്ത് വെക്കേണ്ട വേദന. ഒരു ശരീരത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന വേദന. ആണിന് ആ വേദന അറിയൂല. വേദനിച്ച് അലറിക്കരഞ്ഞു അവൾ നാണം കെട്ടി ഇപ്പോൾ ലേബർ റൂമിലാ. അവൾ എത്ര സൂക്ഷിച്ചു വെച്ച് അവളുടെ ഔറത്തും കാണിക്കേണ്ടി വരികയാ. എന്റെ സഹോദര, ചിന്തിക്കുന്നുണ്ടോ? ഇത് ഖുർആൻ ആയത്തായി പറഞ്ഞുവെങ്കിൽ പെണ്ണിന്റെ മഹത്വമാ. അവൾ വേദന കൊണ്ട്, ഇതുപോലത്തെ ഒരു വേദന എന്റെ ഉമ്മയുടെ ജീവിതത്തിൽ മുമ്പ് ഉണ്ടായിട്ടില്ല. എന്റെ സഹോദരി ഇതുപോലെ ഒരു വേദന തിന്നില്ല. അവൾ വേദനിച്ച് കരഞ്ഞ കരച്ചിലിനെ നിർത്താൻ ഇവിടെ കഴിയുന്ന ഒരൊറ്റ ശക്തി, വേദനിക്കാതെ കരഞ്ഞിട്ട് പുറത്തു വന്ന കുഞ്ഞിന്റെ കരച്ചിലാ. വേദനിക്കാതെ കരഞ്ഞവന്റെ കരച്ചിൽ കേട്ടപ്പോഴാ വേദനിച്ച് കരഞ്ഞ ഉമ്മയുടെ കരച്ചിൽ മാറിച്ചിരിയായത്. എന്തൊരു മാസ്മരികമായ അത്ഭുതമേ പരിശുദ്ധ ഖുർആൻ. അവരോട് കടമയില്ലേ? എപ്പോഴാ നമ്മൾ ഉമ്മാന്റെ ഖബറങ്ങ വന്നു പോയത്? നമുക്കെന്താ ഉത്തരവാദിത്വമില്ലേ? സ്വന്തം തനിച്ച് മണ്ണറയ്ക്ക് ഉള്ളിലേ കിടക്കുന്ന നേരം തീർച്ചയാണ് നിന്നിലേ വാത്സല്യ മക്കൾ കൺതടം ഒലിക്കുന്നതാ. വന്നവിടെ നിന്നും കൊണ്ട് കൈ ഉയർത്തുന്നതാ. അവർക്കുള്ള പ്രാർത്ഥന കൊണ്ട് ഫലം നിനക്കുണ്ട്. അതുകൊണ്ട് ഖബർ വിശാലമാവലുമുണ്ട്. വേദന ഒരുപാട് തിന്ന് നമ്മെ വളർത്തിയ, വേദന ഒരുപാട് തിന്ന് നമ്മെ പ്രസവിച്ച ഉമ്മ ഖബറിലാ. അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. മരണപ്പെട്ട വല്ലുപ്പമാര്, വല്ലുമ്മമാര്, ഉമ്മമാര്, ഉപ്പമാര്, അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണേ റഹ്മാനേ. ഉത്തരവാദിത്വമുണ്ട്, അവരോട് കടമയുണ്ട്. വളർത്ത കുഞ്ഞിനെ മടിയിലിട്ടു. വഹംലുഹു വഫിസാലുഹു, ഗർഭം ചുമന്ന് ഈ കുഞ്ഞൊന്നും മടിയിന്ന് ഇറങ്ങാൻ, വഫിസാലുഹു, ഈ കുഞ്ഞൊന്നും മടിയിൽ കാഷ്ടിക്കുന്നത് ഒരു താൽക്കാലികമായി മാറാൻ 30 ശഹ്റ, 30 മാസം വേണമെന്ന് ഖുർആൻ. എന്താ ഈ 30 മാസത്തിന്റെ കണക്കെന്ന് ഇപ്പൊ മനസ്സിലാവില്ല. വീട്ടിൽ പോയിട്ടിരുന്ന് ആലോചിച്ച് നോക്കാം. അവർക്ക് മനസ്സിലായിട്ടുണ്ട് എന്താ ഈ 30 മാസം എന്നുള്ളത്. അങ്ങനെയുള്ള പെണ്ണിനോട് ഭർത്താവിന് കടപ്പാടില്ലേ? ഉത്തരവാദിത്വമില്ലേ? എന്നിട്ടോ ഈ കുഞ്ഞിനെ വളർത്തുന്നു. ഇനി സഹോദരിമാരിലേക്ക് വരാം. നമ്മൾ നമ്മുടെ കുഞ്ഞിനെ വളർത്തുന്നു. ഇമാം ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ അവിടുത്തെ ജാമിഉൽ അഹാദീസിൽ ഒരു ഹദീസ് പറയുന്നുണ്ട്, ഇഫ്തഹു അലാ സിബിയാനിക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ താരാട്ട് പാടാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണേ. സയ്യിദുനാ റസൂലുള്ളാഹി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സംഗീതത്തിന്റെ മൂർധന്യാവസ്ഥ, രാഗം ഇണക്കത്തോടുകൂടി താളമിട്ട് പാടിയ, വിരലുകൾ കൊണ്ട് താളമിട്ട ഏറ്റവും വലിയ സംഗീത സന്ധ്യ എപ്പോഴാണെന്നറിയുമോ? താരാട്ടിന്റെ നിമിഷമാ. ഇത്ര കണ്ട് ലയിച്ച് പാടാൻ, ഭാവം വരാൻ, പാട്ടിലേക്ക് ഒരു
ഒരു പെണ്ണ് ഇഴകിച്ചേരാൻ ഒരു ശബ്ദത്തിൽ കേൾക്കുന്ന ആള് ആസ്വദിച്ച് മയങ്ങാൻ. എത്ര രാത്രിയാ നമുക്ക് സംഗീതം വശമില്ലാത്ത ഉമ്മ പാടിത്തന്ന താരാട്ടുകൾ. ലാ ഇലാഹ ഇല്ലല്ലാഹ് കേട്ട് വളരട്ടെ നിന്റെ കുഞ്ഞ്. ഉമ്മാന്റെ ഉത്തരവാദിത്തമാ സയ്യിദുനാ റസൂലുള്ളാഹി അല്ലാഹ് എന്ന് കുഞ്ഞ് പറഞ്ഞു പഠിക്കുന്നത് ഉമ്മ പഠിപ്പിക്കുമ്പോഴാ. മിണ്ടി തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേൽ അമ്മിഞ്ഞ പാലോടൊപ്പം അമ്മ എന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി. അക്ഷരത്തിന്റെ ഉച്ചാരണം പഠിച്ചത്, വാപ്പയെ വാപ്പ എന്ന് പറയാൻ പഠിച്ചത്, വാങ്ക് വിളിക്കുമ്പോൾ അനുകരിച്ചുകൊണ്ട് വീട്ടിൽ കുസൃതി കുസുമം വാങ്ക് വിളിച്ചത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പാടി ഉമ്മ ഉറക്കുന്നത് കള്ളച്ചിരിയൽ മുഖംപൊത്ത് തൊട്ടിലിൽ കിടന്ന് തത്തിക്കളിച്ച് കേട്ട് പഠിച്ചത്, വീട്ടിൽ ഇക്കാക്കയുടെ മുന്നിൽ ഇത്താത്തയുടെ മുന്നിൽ കുഞ്ഞിളം പ്രായക്കാരന്റെ കിളിനാദത്തിൽ പാടിക്കൊടുത്തുകൊണ്ട് കളിച്ചുല്ലസിച്ചത് ഉമ്മ നീ പഠിപ്പിച്ചതാ. നമ്മൾ ഓരോരുത്തരും അങ്ങനെ പഠിച്ചതാ. നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങനെ പഠിക്കേണ്ടതാ. ആദ്യം ഈ ഭൂമിയിൽ നമുക്ക് പരിചയമുണ്ടായിരുന്ന ഒരു ഇടം ഉമ്മയുടെ മാറിടമാ. ആരും പറഞ്ഞു തരേണ്ടതില്ല. നിനക്കുള്ള അന്നവും നിനക്കുള്ള ആഹാരവും അവിടെ മതി. കരഞ്ഞോട്ടഹസിക്കുമ്പോൾ അലറി വിളിക്കുമ്പോൾ കണ്ണുറുകി കണ്ണുനീര് താഴേക്ക് വീഴ്ത്തുമ്പോൾ ഒരു കുഞ്ഞിളം പ്രായക്കാരൻ ഉമ്മയുടെ മാരടത്തിന്റെ മണമടിക്കുമ്പോൾ കരച്ചിൽ നിർത്തുന്നു. നീ ആദ്യം പഠിച്ച അറിവ് അതാണ് എങ്കിൽ ആദ്യം നീ കാണിച്ച വിനോദം നിന്റെ ഉമ്മയുടെ കഴുത്തിൽ കൈകോർത്തിട്ട് നീ ഊഞ്ഞാലാട് ആടിയതാ. ആദ്യം നിന്റെ ശരീരത്തിൽ താളമിട്ട മിനുസമുള്ള കയ്യ് നിന്റെ ഉമ്മാന്റെ കയ്യ. കുഞ്ഞ് വളരട്ടെ ദീനിയായ ചിട്ടയിൽ, ഉമ്മ വളർത്തട്ടെ, കുഞ്ഞിതോർക്കട്ടെ, ജീവിതത്തിൽ പരസ്പരം അങ്ങുമിങ്ങും കടപ്പാടുകൾ നിറയട്ടെ. അങ്ങനെ വരുമ്പോൾ ലഹരി ഉപയോഗത്തിൽ കഞ്ചാവ് വേട്ടയിൽ കിലോ കണക്കിന് കഞ്ചാവുകൾ വേട്ടയാടുമ്പോൾ അതിൽ നമ്മുടെ മക്കളുടെ പേര് വരാതിരിക്കട്ടെ. പ്രണയബന്ധങ്ങളിൽ കുടുങ്ങിയ ഒളിച്ചോട്ടത്തിന്റെ നാണം കെട്ട കഥ നാട്ടുകാർ പറഞ്ഞു പൊട്ടിച്ചിരിക്കുമ്പോ അല്ലാ അല്ലാ പൊന്നുമോൾ അതിൽ പെടാതിരിക്കട്ടെ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എന്റെ സഹോദരന്മാരെ, പലരും അജണ്ടയാക്കിയിട്ടുണ്ട് ഇസ്ലാമികമായ മൂല്യങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചു നിൽക്കുന്ന തറവാട്ടിലെ മുസ്ലിം പെൺകുട്ടിയെ വഴിപിഴപ്പിക്കാൻ, നമ്മുടെ മോളാ കാര്യത്തിൽ പെടാതിരിക്കാൻ നിസ്കാരം അവൾക്ക് ഒരു കാവലാവട്ടെ. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. മ്ലേച്ഛമായ വൃത്തികെട്ട ഒരു ബന്ധത്തിലേക്കും പോവാതെ നിസ്കാരം കാവൽ നിൽക്കുമെന്ന് ഖുർആൻ. നമ്മൾ പറഞ്ഞു കൊടുക്കാതെ നിസ്കരിക്കുന്ന മോളാ നമ്മുടെ മോള് എങ്കിൽ ആ മോള് ആരുടെയും കൂടെ ഒളിച്ചോടൂല. ഇത് പഠിപ്പിക്കലും നമ്മുടെ ഉത്തരവാദിത്തമാ. നമ്മൾ പറഞ്ഞു കൊടുക്കാതെ നമ്മുടെ മക്കള് നിസ്കരിക്കുന്നുവെങ്കിൽ ആ പൊന്നുമോൻ മദ്യപിക്കൂല. മദ്യപിക്കുന്ന മണം കണ്ടാൽ കേട്ടാൽ ശ്വസിച്ചാൽ നമുക്ക് തിരിച്ചറിയാമെങ്കിൽ ഇന്നത്തെ ലഹരി പദാർത്ഥങ്ങൾ അങ്ങനെയല്ല. നാവിലൊന്ന് തൂത്താൽ മതി, എവിടെയും അവർക്ക് സുലഭമായി കിട്ടും, എവിടെയും അവർക്ക് സുലഭമായി കിട്ടും. അഴീക്കോട് മുതൽക്ക് ചാമക്കാല വരെയുള്ള കടൽ തീര പ്രദേശങ്ങളിലൂടെ ഒരു സർവേ നടത്തി. ഈ വിനീതൻ ജോലി ചെയ്യുന്ന മഹലിന്റെ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഓഫീസർമാർ നമ്മോട് പറയുന്നു, ഏറ്റവും കൂടുതൽ കഞ്ചാവ് വിൽക്കപ്പെടുന്ന ഒരു ഭാഗം തീരദേശ പ്രദേശമാണ്. ഞാൻ പഠിച്ചു, 2-3 ആഴ്ചയിൽ അതിനെക്കുറിച്ച് പഠിച്ചു. ഒരു വെള്ളിയാഴ്ചയിൽ പ്രസംഗിച്ചു. അതോടൊപ്പം തന്നെ മഹല്ലിലെ ഉത്തരവാദിത്തപ്പെട്ടവരെ വിളിച്ചിട്ട് ഇതിനൊരു ക്യാമ്പയിൻ നടത്തണമെന്ന നിർദ്ദേശം കൊടുത്തു. പരിസര മഹല്ലുകളിലെ ഖത്തീബുമാരുമായി വാട്സാപ്പിൽ പലതും ചർച്ച ചെയ്തു. പഠിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഉപ്പ ഗൾഫില, ഉമ്മ മാത്രമുള്ളൂ. മക്കളുടെ സൗകര്യത്തിന് റൈസിങ്ങിന് പോവാൻ പറ്റുന്ന ബൈക്ക് വാങ്ങി കൊടുത്തിട്ടുണ്ട്, ഐഫോൺ
എത്താനുണ്ട്. മക്കൾക്ക് കൃത്യമായി വാപ്പയുടെ വകയായി പണം എത്തുന്നുണ്ട്. അർഹതയില്ലാത്ത പക്വതയില്ലാത്ത മക്കൾക്ക് റൈസിങ്ങിന് പോവാൻ, റൈഡിന് പോവാൻ, വലിയ വലിയ കൊടുമുടികളുടെ മുകളിലേക്ക് വണ്ടി ഓടിച്ചു പോയി അപകടം വിളിച്ചു വരുത്താൻ വാഹനം മേടിച്ചു കൊടുക്കൽ ഹറാം, വാഹനം മേടിച്ചു കൊടുക്കൽ ഹറാം. ഡ്രൈവിംഗിന്റെ മാന്യതയും പക്വതയും ഇല്ലാത്ത മോന് വാഹനം മേടിച്ചു കൊടുക്കൽ ഹറാം. ഇമാം അഹ്മദിന്റെ മുസ്നദിൽ ഒരു ഹദീസ് ഉണ്ട്. ഇമാം അഹ്മദിന്റെ മുസ്നദിൽ ഒരു ഹദീസ് ഉണ്ട്. മറൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിജ്ദാർ, ഒരു മതിലിങ്ങനെ ബിജ്ദാരിൻ മാഇലിൻ, ചെരിഞ്ഞു നിൽക്കുന്ന ഒരു മതിലിന്റെ അരികിലൂടെ മുഹമ്മദ് റസൂൽ, ഉറക്കെ പറയൂ മുഹമ്മദ് മുസ്തഫ. 10 മിനിറ്റോടും കഴിഞ്ഞാൽ 2 മണിക്കൂറാവും. വയല് ഞാൻ നിർത്തും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇത്ര പെട്ടെന്ന് ആമീൻ പറയുന്നത് ഞാൻ ഓർത്തില്ല. എന്നാലും സ്വലാത്ത് ചൊല്ലിക്കോളൂ മുഹമ്മദ് മുസ്തഫ. ഹബീബായ നബി തങ്ങള് സ്വഹാബികളുമായി ഇങ്ങനെ നടന്നു പോവാ. ഇമാം അഹ്മദിന്റെ മുസ്നദിൽ ഹദീസ് ഉണ്ട്. അപ്പണ്ട് ഒരു മതിലിങ്ങനെ ചാഞ്ഞു നിൽക്കാ. ഹബീബായ നബി തങ്ങളെ മതിലിന്റെ സമീപത്തിയപ്പോ ഒറ്റ ഓട്ടങ്ങ് കൊടുത്തു. വേഗത്തിൽ നടന്നു. മതില് ചെരിഞ്ഞിരിക്ക. ആ മതിലിനറിയാലോ وعليه قسلمنا بعد تشهدي يا رب صل. ഹബീബായ നബി തങ്ങൾക്ക് മതിലിനെ അറിയാതെ റസൂലുള്ളാഹിയാണ്. വീഴൂല മതില്. അല്ലാഹു യഅ്സിമുക മിനന്നാസ് എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മുഫസ്സിരിങ്ങൾ പറയുന്നുണ്ട്, അങ്ങനെ ഒരു സാധനം റസൂലുള്ളാഹിയുടെ മേത്തേക്ക് വീഴില്ല. ഹബീബിന് അതറിയാം, സ്വഹാബിക്കറിയാം. മതില് ചാഞ്ഞു നിൽക്കുന്ന ഭാഗമെത്തിയപ്പോ റസൂലുള്ളാഹി സ്പീഡിൽ നടന്നു. അപ്പുറം കിടക്കുന്നവരെ സ്വഹാബികളും സ്പീഡിൽ നടന്നു. ആരും ഒന്നും മിണ്ടിയില്ല. നമ്മളാണ് ഇവിടെ 2 അഭിപ്രായം ഉണ്ടാവും. അവരെ പുറകെ തന്നെ ചെന്നു. ഫഖീല, ഒരു സ്വഹാബി ചോദിച്ചു, ലിമ യാ റസൂലല്ലാഹ്, എന്തിനാ നബിയെ ഇങ്ങനെ വേഗത്തിൽ നടന്നത്? ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നി അക്റഹു മൗതൽ ഫവാത്. സാഹസികമായ പ്രവർത്തനത്തിലൂടെ വന്നു ചേരുന്ന മരണത്തെ എനിക്ക് വെറുപ്പാ. അങ്ങനെയുണ്ട്. സാഹസികത കാണിക്കാൻ വേണ്ടി ലഡാക്കിലേക്ക് പോകും, വലിയ ഉയരമുള്ള ഭാഗത്തേക്ക് പോകും, അതുപോലെ തന്നെ ടോപ്പ് സ്റ്റേഷന്റെ മുകളിലേക്ക് പോകും. മൂന്നാറിൽ നിന്നും 32 കിലോമീറ്റർ അപ്പുറത്തുള്ള ടോപ്പ് സ്റ്റേഷൻ കേരളത്തിന്റെ ഏറ്റവും ഉയരമുള്ള ഭാഗമെന്ന് പറയുന്നു. ജമ്മു കാശ്മീരിലേക്ക് റൈഡിന് ബൈക്കിൽ പോകുന്നു. ഒക്കെ നല്ലതായിരിക്കാം, പക്ഷേ സാഹസികമായി. എന്നാലും കണ്ടില്ലേ, ഒരു പഹയന പട്ടാളക്കാർ വന്നിട്ട് ഒരു കുന്നിന്റെ ഇടയിൽ നിന്ന് പിടിച്ചെടുത്തത് അല്ലേ? 50 ലക്ഷം 75 ലക്ഷം ഇട്ട് അതിന് ചെലവാ. ഒന്നങ്ങോട്ട് കൊടുക്കണോർന്ന് എന്റെ അഭിപ്രായത്തില്. പിടിച്ചു കഴിയുമ്പോ തന്നെ ഒരെണ്ണ ചന്തിക്കിട്ട് കൊടുത്താ പിന്നെ ആ പരിപാടിക്ക് പോവില്ല. ഏതാടാ മറ്റേ മീശ പുലിമല, അതിനൊരു സ്ഥലം ഉണ്ടല്ലോ അല്ലേ? അതിന്റെ സ്ഥലമല്ലേ? ആ സ്ഥലമുണ്ട്. ഇതിന്റെ മുകളിലേക്ക് കയറില്ല. ഇപ്പൊ നിലത്തൊന്നും സ്ഥലം എല്ലാവർക്കും ഇതിന്റെ മുകളിലേക്ക് കയറില്ല ഇപ്പൊ പരിപാടി. അതാണ് പുതിയ ട്രെൻഡ്. അതാണ് പുതിയ ട്രെൻഡ്. സാഹസിക യാത്രകൾ. സാഹസികതയിൽ സംഭവിക്കുന്ന മരണം എനിക്ക് വെറുപ്പാ. ആര് പറഞ്ഞു? മുഹമ്മദ് മുസ്തഫ. അപ്പൊ ആ റസൂലുള്ളാഹിക്ക് വെറുപ്പുള്ള മരണത്തിൽ ശഫാഅത്ത് കിട്ടോ ഇല്ലയോ എന്ന് പറയൂ. ഹബീബിന് വെറുപ്പാണെന്ന് പറഞ്ഞ മരണം, അങ്ങനെ മരിക്കുന്നവനെ അങ്ങനെ കലിമ ചൊല്ലാൻ കഴിയും. الشفاعة هب لنا في القيامة مشفقا وقلنا الله يا سيدي خير النبي الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. സാഹസികതയിൽ സംഭവിക്കുന്ന മരണം എനിക്ക് വെറുപ്പാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി.
ഡ്രൈവിംഗിന്റെ പക്വതയില്ലാത്ത മക്കൾക്ക് വാഹനം കൊടുക്കൽ ഈ ഹദീസിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാക്കാം ഹറാം. ഇതൊരു ഉത്തരവാദിത്വ വീഴ്ചയാ. വാപ്പാടെ പേരിലാ കേസെടുക്കാം. ലൈസൻസ് ഇല്ലാത്ത മകൻ വാഹനം ഓടിച്ചാൽ പിഴയും കഠിന തടവും നമ്മുടെ വാപ്പാക്ക് തന്നെയാണെന്ന് സർക്കാർ പോലും പറയുന്നുണ്ട്. എങ്കിൽ വാഹനം ഓടിക്കുന്നവൻ ട്രാഫിക് നിയമങ്ങൾ പാലിക്കൽ മതനിയമമാ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സമൂഹത്തിനോടുള്ള ബാധ്യതയാത്, നമ്മുടെ രാജ്യത്തോടുള്ള ബാധ്യതയാ, ട്രാഫിക് നിയമത്തോടുള്ള നമ്മുടെ ഉത്തരവാദിത്തമാ, അമാനത്ത. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ഇതുണ്ട്. ഇങ്ങനെ ഒരു മകനെ വളർത്താൻ, ഉത്തരവാദിത്വ ബോധമുള്ള മകളെ വളർത്താൻ ഈ കാലഘട്ടത്തിൽ വല്ലാത്ത പ്രയാസമാ. നമ്മുടെ മക്കൾക്ക് എന്തുമാത്രം ഉത്തരവാദിത്വ ബോധമുണ്ട്. +2 പഠിക്കുന്ന മകള് ആ പ്രായത്തിൽ നിൽക്കുമ്പോൾ ഉമ്മ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മോളെ നിന്റെ പ്രായത്തിൽ നമ്മുടെ ഈ കാക്കാനെ ഞാൻ പ്രസവിച്ച് കിടക്കാം. ഈ മോൾക്ക് എന്ത് പക്വതയുണ്ട്. അടുക്കളയിൽ വെച്ച് ഉമ്മയെ കയർത്ത് സംസാരിക്കുന്ന മോളല്ലേ. ലോകാവസാനത്തിന്റെ അടയാളം. ഇങ്ങനെ പക്വതയില്ലാത്ത പെൺമക്കളെ നമ്മൾ വളർത്തുന്നുണ്ട്. ലോകാവസാനത്തിന്റെ അടയാളം അന്തലിദൽ അമത്തു റബ്ബത്തഹാ, യജമാനത്തിയെ ഒരു അടിമ പെണ്ണ് പ്രസവിക്കാം. ഉമ്മയെ അടിമയെ പോലെ കാണുന്ന പെൺമക്കളുടെ കാലം. ഉത്തരവാദിത്വം ഉമ്മയോടില്ല. ഞാൻ നേരത്തെ എഴുന്നേറ്റാൽ എന്റെ ഉമ്മയെ ഒന്ന് സഹായിക്കാമല്ലോ. അല്ലാഹുവേ, എന്റെ ഉമ്മ കഷ്ടപ്പെടാണല്ലോ, എന്റെ ഉപ്പ കഷ്ടപ്പെടാണല്ലോ. ഈ ബോധം ഒരു മക്കളിലുമില്ല. ഉത്തരവാദിത്വ ബോധമില്ലാതെ വളർന്നു വരികയാ. തൊടുപുഴയിലുണ്ട് ഒരു സഹോദരൻ. അദ്ദേഹത്തിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, കറണ്ട് അക്കൗണ്ടാ. കൃത്യമായി ഞാനത് പറയുന്നു. അദ്ദേഹത്തിന് ബിസിനസ്, ഒരുപാട് ലക്ഷങ്ങൾ സമ്പാദ്യമുള്ള ആളാ. ആ സഹോദരൻ ഒരു പൊന്നാര മോളുണ്ടായിരുന്നു. ഒറ്റ മോള വളർത്തിയിട്ടുണ്ട്. നന്നായി തന്നെ വളർത്തി. ദീനിയായ പക്വതയുമുണ്ടായി. പക്ഷേ പഠിപ്പിച്ച അധ്യാപകന്റെ കൂടെ തന്നെ പെൺകുട്ടി ഒളിച്ചോടാൻ തീരുമാനിച്ചു. മുസ്ലിമായ അധ്യാപകനാ, പക്ഷെ വാപ്പാക്ക് പൊരുത്തൂല. അവസാനം എല്ലാവരും ഇടപെട്ടു, പൊരുത്തപ്പെട്ടു കൊടുക്കാൻ പറഞ്ഞു. നിക്കാഹ് അയച്ചു കൊടുക്കാം, ഞാൻ കാരണം ഇനി ഒരു ഹറാമ് സംഭവിക്കണ്ട. നിക്കാഹിന്റെ അന്ന് മോളും വന്നു. മോള് കാറിലിരിപ്പുണ്ട്. വാപ്പ നിക്കാഹ് കഴിച്ചു കൊടുത്തു. എന്നിട്ടാ വാപ്പ, ഞാൻ ഈ പറയുന്നത് 100% ദീനീ ബോധം കൊടുത്തിട്ടും പരമാവധി ശ്രദ്ധിച്ചിട്ടും സംഭവിച്ചു പോകുന്ന ചുറ്റുപാടിലാ നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ മുസ്ലിമായ അധ്യാപകന്റെ കൂടെ മോള് പോയി. ആ സഹോദരന് കുറ്റബോധമുണ്ട്. എവിടെയോ ഒരു വീഴ്ച വന്ന പോലെ പൊന്നുമോളെ നിക്കാഹ് കഴിച്ചു കൊടുത്തിട്ട് വാപ്പ ചൊല്ലുകയാ മോളുടെ അടുത്തേക്ക്, മോളെ 2 കാര്യങ്ങൾ പറയാനാ വാപ്പ നിന്റെ മുന്നിലേക്ക് വരുന്നത്. ഒന്നാമത്തെ കാര്യം ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു ടെക്സ്റ്റൈൽസ് കവറിൽ നിന്നും ഒരു നിസ്കാര കുപ്പായം എടുത്ത് മകളുടെ കയ്യിലേക്ക് കൊടുത്തിട്ട്, മോളെ 10-20 വയസ്സോളം നിന്നെ വളർത്തിയ ഉപ്പയല്ലേ, തിരിച്ചൊന്നും നിന്നോട് ഞാൻ ചോദിക്കുന്നില്ല. മരണം വരെ നീ നിന്റെ നിസ്കാരത്തെ കളയല്ല മോളെ. ഈ ദിവസവും നിന്നോടുള്ള കടമ നിർവഹിക്കാൻ, ആ ഉത്തരവാദിത്വം പറഞ്ഞു തരാൻ, നിനക്ക് വേണ്ടിയിട്ട് ആ ഉപദേശം നിരത്താൻ വാപ്പ ഈ അവസരം ഉപയോഗിക്കുന്നു. ഒന്നാമത്തെ കാര്യം അതാണ്. മോളുടെ കണ്ണിങ്ങനെ ഒലിച്ചിറങ്ങാ. വാപ്പയ്ക്കും സങ്കടം സഹിക്കാവതല്ല. പൊന്നാര മോള ഒരുപാട് വട്ടം പല രാവുകളിലും നെഞ്ചിന്റെ മുകളിൽ കിടത്തിയിട്ട് ഉമ്മ കിടന്നുറങ്ങുമ്പോഴും മോളെ വളർത്താൻ ഉപ്പ ഉറക്കമൊഴിക്കുന്ന പിതൃസ്നേഹം മകളോട് വേറെയാ. പൊന്നുമക്കൾ അങ്ങനെയാ. പ്രത്യേകിച്ച് പെൺകുട്ടിക്ക് വാപ്പയോടാ കൂടുതൽ സ്നേഹം. ഒറ്റമോളോട് രണ്ടാമത് പറയുന്ന ഉപദേശമുണ്ടല്ലോ, ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ വാപ്പ മരിച്ചെന്ന് നീ അറിഞ്ഞാൽ വാപ്പാന്റെ മയ്യത്ത് കാണാൻ വാപ്പ എന്ന അവകാശത്തിൽ നീ എന്റെ വീട്ടിലേക്ക് വരല്ല മോളെ. അത് വാപ്പാക്ക് പൊരുത്തമല്ല.
ഇങ്ങനത്തെ ഒരു അവസ്ഥ അല്ലാഹു നമുക്ക് വരുത്താതിരിക്കട്ടെ. ആ സഹോദരന്റെ നെഞ്ചിൽ കൈവച്ച് ആലോചിച്ചു, ഈ ഉത്തരവാദിത്വത്തിൽ ഞാൻ എവിടെയോ ഒന്ന് പിഴച്ചിട്ടുണ്ട്, ഞാൻ എവിടെയോ ഒന്ന് അറിയാതെ എന്തോ ഒന്ന് കടന്നു വന്നിട്ടുണ്ട്. അല്ലാഹുവേ, കൂടുതൽ ശ്രദ്ധിച്ച് ദീനീ ബോധം കൊടുത്ത ഒരു കുടുംബത്തിന്റെ ഒരു അവസ്ഥ ഇതാണ് എങ്കിൽ അതൊക്കെ ഒരു പഴഞ്ചനാണെന്ന് പറഞ്ഞു മാറ്റിവെക്കാം. ഇന്ന് ചാടി വരുന്ന പെൺകുട്ടികൾക്ക് വിവാഹവേദി ഒരുക്കാൻ സന്നദ്ധ സംഘടനകൾ ഒരുപാടുണ്ട്. അങ്ങനത്തെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മളിൽ ദീനുണ്ടോ എന്നാൽ നമ്മുടെ മക്കളിൽ അതുണ്ടാകും. വഹൈസു കാന ദാഇയൻ ഇലല്ലാഹി മഅത്സാഫിഹി ബിൽ അമലി സ്വാലിഹി കാന ഖൗലുഹു മഖ്ബൂലൻ വയുഅസ്സിറു ഫിൽ ദീന് പറഞ്ഞു കൊടുക്കാനുള്ള യോഗ്യത അത് ജീവിതത്തിൽ സ്വന്തം ഉണ്ടാവണമെന്നതാ. ഈ തത്വം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എത്ര ഉണ്ട് എന്ന് ചിന്തിച്ചു നോക്കൂ. ലോകത്ത് ഒരുപാട് മക്കൾ നല്ല മക്കളായി പിറന്നത്, ഒരുപാട് നാടുകൾ നല്ല നാടായി മാറിയത്. നെപ്പോളിയന്റെ ഒരു വാക്കുണ്ടല്ലോ, ഒരു പെണ്ണ് തൊട്ടിലാട്ടുന്നത് വലത് കൈ കൊണ്ടാണ് എങ്കിൽ ഇടത് കൈ കൊണ്ടവൾ സമാധാനം ലോകത്ത് പ്രതീക്ഷയായി നൽകുകയാ. വലത് കൈ കൊണ്ട് തൊട്ടിലാട്ടാണ്, ഇടത് കൈ കൊണ്ട് അവൾ ലോകത്തിനൊരു സമാധാനം വാഗ്ദാനം ചെയ്യാന്നാ പറയുന്നത്. അത്രത്തോളം ഒരു ഉമ്മയിൽ ഒരു നല്ല വിത്തുണ്ടാവും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉമ്മ പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങൾ. ഉമ്മ പറഞ്ഞു, മോനെ നല്ല ക്ഷീണമുണ്ട്, ഇശ നിസ്കരിച്ചു, നല്ല ക്ഷീണം, ഉറങ്ങിപ്പോവും. ഉമ്മ ഉറങ്ങാൻ പോകുന്ന ഈ സമയത്ത് നല്ല ദാഹമുണ്ട്, ഇനി ഇവിടെ നിന്ന് എണീക്കാൻ വയ്യ മോനെ, മോൻ പോയി ഉമ്മാക്ക് കുറച്ച് വെള്ളം കൊണ്ടുവരോ. ആ കുഞ്ഞു മോൻ പോയിട്ട് എന്റെ ഉമ്മാക്ക് കുടിക്കാൻ വെള്ളം ചോദിച്ചല്ലോ. ആ പൊന്നുമോൻ പോയി ഉമ്മാക്ക് കുടിക്കാനുള്ള വെള്ളവുമായി വന്നു. ഉമ്മാന്റെ മുന്നിൽ ആ പൊന്നുമോൻ നിൽക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ക്ഷീണിതയായ ഉമ്മ ഉറങ്ങിപ്പോയി. ഉമ്മാന്റെ ഉറക്കം കണ്ണടച്ചു പിടച്ചു കിടക്കുന്ന എന്റെ ഉമ്മാന്റെ മുഖത്തിന് എത്ര സൗന്ദര്യമാ. ലോകത്ത് കൂലി കിട്ടുന്ന ഒരു നോട്ടമല്ലേ ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കി നിന്നാൽ കഅബയിൽ നോക്കുന്ന കൂലിയാ, ഖുർആനിൽ നോക്കുന്ന കൂലിയാ. 3 കാര്യത്തിന്റെ കൂലി ഹബീബ് സമാസമമായി പറഞ്ഞിട്ടുണ്ട്. നോട്ടം കൂലി കിട്ടുന്ന 4 കാര്യങ്ങളുണ്ട്. 4 കാര്യം. അന്നളുറു ഇലാ വജ്ഹിൽ ആലിമി, ഒരു ഹറവിയായ പണ്ഡിതന്റെ മുഖത്ത് നോക്കിയാൽ കൂലിയ. കഅബയുടെ മുഖത്ത് കഅബയിലേക്ക് നോക്കിയാൽ കൂലിയ. ഖുർആനിലേക്ക് നോക്കിയാൽ കൂലിയ. ഉമ്മാന്റെ മുഖത്ത് നോക്കിയാൽ കൂലിയ. സയ്യിദുനാ റസൂലുള്ളാഹി ഉമ്മാന്റെ മുഖത്ത് നോക്കിയാൽ കൂലിയ. ഈ കുഞ്ഞ് ചെറിയ മോനാ, ഈ വെള്ളം പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിന്നു, ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ നിന്നു. കുറെ കഴിഞ്ഞു, സുബഹിയോടടുത്ത സമയം ക്ഷീണം മാറിയ ഉമ്മ ചാടി എഴുന്നേറ്റു. ഉമ്മ നോക്കിയപ്പോൾ പൊന്നുമോൻ വെള്ളവുമായി നോക്കി നിൽക്കുന്നു. ഇത്രയും നേരം ഈ രാത്രിയുടെ അറ്റം വരെ എന്റെ മോൻ നോക്കി നിന്നപ്പോഴും കാല് കിഴച്ചതിന്റെ അസ്വസ്ഥത അവന്റെ മുഖത്തില്ല. അവന്റെ മുഖത്ത് സന്തോഷ നിർഭരമായ അവസ്ഥയാ. പൊന്നാര മകന്റെ മുഖത്തേക്ക് നോക്കിയ ഉമ്മ ആ തങ്കക്കുടത്തിനെ ചേർത്ത് പിടിച്ചിട്ട് ചുടുചുംബനം കൊണ്ട് നെറ്റിത്തടം വീർപ്പുമുട്ടി പൊന്നാര മോന്റെ ശിരസിലൂടെ ഉമ്മ കയ്യ് തലോടി. എന്നിട്ടോ ആ പൊന്നുമോന് വേണ്ടി ഉമ്മ ദുആ ചെയ്തു, അല്ലാഹുവേ എന്റെ പൊന്നുമോനെ നീ ലോകത്ത് അറിയപ്പെടുന്ന ഒരു മഹാനാക്കണേ അല്ലാ. അല്ലാഹു ആ ദുആ സ്വീകരിച്ചു. ശാഫിഈ മദ്ഹബിൽ ഇന്ന് കാണുന്ന ഗ്രന്ഥങ്ങൾ മുഴുവനും അടിസ്ഥാനമേതെന്ന് ചോദിച്ചാൽ ആ പൊന്നുമോൻ എഴുതിയ ഗ്രന്ഥമാ മഹാനായ ഇമാമുനാ നവവി. ഉറക്കെ പറയോ, ജീവിതാവസാനം വരെ എല്ലാ സുന്നത്തുകളും എടുത്തു. അവസാനം മരണനേരത്ത് പൊട്ടിക്കരഞ്ഞു, ഞാൻ മറന്നുപോയ ഒരു സുന്നത്തുണ്ടല്ലോ.
ഏകദേശം 40 വയസ്സ് കഴിഞ്ഞ പ്രായത്തിൽ മരിക്കുന്നു, വഫാത്താകുന്നു ഇമാമുനാ നബവി. ഈ ഉമ്മാന്റെ അന്ന് ദുആ ചെയ്ത മോനാണിത്. എല്ലാ സുന്നത്തുകളും ഞാൻ എന്റെ ജീവിതത്തിൽ എടുത്തു. അല്ലാ, എന്റെ മരണനേരമായല്ലോ അല്ലാ. മരണവേദനയെ കടിച്ചമർത്തുമ്പോൾ ഈ മഹാനായ മകൻ അല്ലാഹുവോട് പറയാം, റബ്ബേ, ഈ ഭൂമിയിൽ ഇത്ര കാലം ഞാൻ ജീവിച്ചപ്പോ ഞാൻ ചെയ്യാൻ മറന്നുപോയ ഒരു സുന്നത്ത് ഇപ്പോൾ ഓർമ്മ വരുന്നുവല്ല. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. എന്റെ ഹബീബിന്റെ പ്രധാന സുന്നത്തല്ലേ അത്. ആ ഒരു വേദനയിൽ കരഞ്ഞ മഹാൻ, ഉമ്മാന്റെ ദുആ കൊണ്ട് വളർന്ന മഹാൻ. ലോകത്തെ എല്ലാ മഹാനും ഇങ്ങനെ വന്നിട്ടുള്ളൂ. ലോകത്തെ ഇങ്ങനെയാ ഓരോ മഹാന്മാരും വന്നിട്ടുള്ളത്. ഉമ്മ നല്ലതാണോ? ഉമ്മ നന്നാവാനുള്ളത് ഉപ്പ കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, ഉമ്മ ദീൻ പഠിക്കേണ്ടത് ഉപ്പയിൽ നിന്നാ. ഉപ്പ ദീനുള്ള മനുഷ്യനായാൽ ഭാര്യ നന്നാവാ, ഉമ്മ നന്നാവാ, അതിലൂടെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെ നന്നാവാം. മലപ്പുറം ജില്ലയിൽ ഒരു മഹാൻ ജീവിച്ചിരുന്നല്ലോ. 7ഓളം ത്വരീഖത്തുകളിൽ ആ മഹാൻ അംഗമായിരുന്നു എന്ന് ഉസ്താദുമാർ പറയുന്നു. അങ്ങനത്തെ ഒരു മഹാൻ ഉണ്ടായിരുന്നല്ലോ. ആ മഹാന്റെ എത്ര കറാമത്തുകളുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. നിങ്ങൾക്ക് സുപരിചിതനാണല്ലോ മഹാനായ ചാപ്പനങ്ങാടി വാപ്പു മുസ്ലിയാർ, സമസ്തയുടെ പഴയകാല നേതാവല്ലേ മഹാനായ ചാപ്പനങ്ങാടി ഉസ്താദ്. വലിയ മഹാനല്ലേ. ഈ മലയാള നാടിനെ ധന്യമാക്കിയെങ്കിൽ ഈ മഹാനും വളർന്നത് ഒരു ഉമ്മ വളർത്തിയ മോനാണ്. ഒരു ഉമ്മ വളർത്തിയ മോന. ആ ഉമ്മയെ കുറിച്ച് മലയാള നാട്ടിലെ ഒരു പ്രധാന പത്രം എഡിറ്റോറിയൽ എഴുതി. ഈ ഉമ്മയെ പറ്റി പറയുന്നുണ്ട്. ഈ ഉമ്മയെ പറ്റി പറയുന്നു, ഈ ഉമ്മയുടെ പേര് ബിയുമ്മ എന്നാണ്. ഈ ഉമ്മ കിടന്നുറങ്ങുമ്പോൾ ഈ ഉമ്മ നഖ്ശബന്ദി ത്വരീഖത്തിൽ, ശാദിലി ത്വരീഖത്തിൽ ഈ ഉമ്മ ശൈഖയാണ്. ആ ദിക്റുകൾ അനുസരിച്ച് ജീവിക്കുന്ന ഉമ്മയാണ്. ഈ ഉമ്മ കിടന്നുറങ്ങുമ്പോൾ ഈ ഉമ്മയുടെ ശ്വസന നിശ്വാസം അംഫാസിയായ ദിക്റാ. എങ്ങനെ ഈ ഉമ്മ ശ്വസന നിശ്വാസം നടത്തുമ്പോ ഒന്ന് ശ്രദ്ധിച്ചാൽ ആ ശ്വസന നിശ്വാസത്തിന്റെ ശബ്ദം യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. ഈ ദിക്റിന്റെ ശബ്ദം അംഫാസിയായ ദിക്റാ. ദിക്ർ 2 വിധ. ഒന്ന് അൽഫാലി, ഒന്ന് അംഫാസി. അൽഫാലി എന്ന് പറഞ്ഞാൽ പദം ഉച്ചരിച്ച്, അംഫാസി ശ്വസനത്തിന്റെ കൂടെ. യാ അല്ലാഹ് എന്ന ഉച്ചാരണത്. ഹു എന്ന് പറഞ്ഞാൽ യാ അല്ലാഹു, ഹു ഹു യാ അല്ലാഹു എന്ന് അതിനർത്ഥം. അംഫാസിയായ ദിക്ർ. നമുക്കൊക്കെ അംഫാസിയായ ദിക്ർ കിട്ടോ എന്ന് ആലോചിക്കേ. ജീവിതം മുഴുവനും ദിക്റായി കഴിഞ്ഞാൽ ഉറക്കത്തിലും ദിക്റാ. ഉറക്കത്തിലും ദിക്റാണ്. ജീവിതം മുഴുവനും ദിക്റാണെങ്കിൽ ഉറങ്ങുമ്പോഴും ദിക്റാവും. ഉറക്കത്തിലും മരിക്കുമ്പോഴും ദിക്റാ. അംഫാസിയായ ദിക്ർ. ഉമ്മ വളർത്തിയ മോൻ ബിയുമ്മ റളിയല്ലാഹു അൻഹാ ഉറങ്ങുമ്പോൾ ചൊല്ലുന്നത്, അല്ലെങ്കിൽ ശ്വസനത്തിന്റെ താളം യാ ഹയ്യു യാ ഖയ്യൂം. ഈ ദിക്റിന്റെ ശബ്ദമാണെന്ന് എന്തും പറയാൻ സ്വാതന്ത്ര്യമുള്ള രാജ്യത്തെ ഒരു പത്രം എഴുതിയതാ. എല്ലാ സമുദായവും അത് വായിച്ചതാ. ഇങ്ങനെയാ സഹോദര, ഉമ്മാക്ക് ഉത്തരവാദിത്തമുണ്ട്, വാപ്പാക്ക് ഉത്തരവാദിത്തമുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകനായ സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാം, ആ കാലഘട്ടത്തിൽ ഒരു സംഭവമുണ്ട്. അതുകൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാ. ഒരിക്കൽ ഒരു ഉമ്മാക്ക് മകൻ ഖിദ്മ ചെയ്യുകയാ. മൂസാ നബിയുടെ കാലഘട്ടത്തിൽ ഉമ്മാക്ക് വേണ്ടിയിട്ട് മകൻ ഖിദ്മ ചെയ്യുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു.
ഉമ്മ വല്ലാത്ത സംതൃപ്തിയിലാ, സന്തോഷത്തിലാ. പൊന്നുമോന് വേണ്ടി എപ്പോഴും പൊട്ടിക്കരഞ്ഞു ഉമ്മ ദുആ ചെയ്യുമായിരുന്നു. ഒരിക്കൽ ഉമ്മാക്ക് വേണ്ടി മോൻ ചെയ്ത ഖിദ്മ ഉമ്മാനെ വല്ലാതെ സങ്കടപ്പെടുത്തി. അല്ലാഹുവേ, എന്റെ പൊന്നുമോന് ഈ ഭൂമിയിൽ വെച്ച് ഞാൻ എന്ത് കൊടുക്കണമെന്ന് പറഞ്ഞു ദുആ ചെയ്താലും എന്റെ മോൻ എനിക്ക് ചെയ്തു തരുന്ന ഈ സേവനത്തിന്റെ ഒപ്പമാവില്ല അല്ലാ. അതുകൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കട്ടെ, എന്റെ പൊന്നുമോന് നീ കൊടുക്കേണ്ടത് നാളെ ആഖിറത്തിൽ ഈ കാലഘട്ടത്തിന്റെ മഹാനായ പ്രവാചകനായ കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂട്ടുകാരൻ എന്ന പദവിയിൽ സ്വർഗത്തിൽ മൂസാ നബിയുടെ കൂടെ എന്റെ പൊന്നുമോനെ ആക്കണം അല്ലാ. അങ്ങനെ ഉമ്മ ദുആരുന്നത് എങ്ങനെയാ? ഉമ്മ ദുആരുന്നു, അല്ലാഹുവേ, എന്റെ പൊന്നുമോൻ എനിക്ക് ചെയ്ത ഈ ഖിദ്മക്ക് പകരം അല്ലാഹുവേ, എന്റെ മോന് നീ സ്വർഗത്തിൽ മൂസാ നബിയുടെ കൂടെ നടക്കുന്ന കൂട്ടുകാരൻ എന്ന പദവി കൊടുക്കണേ. ഇങ്ങനെ ദുആരുന്നു ഉമ്മ. ഈ ദുആ അവിടെ ഇരിക്കട്ടെ. ഇനി അപ്പുറത്ത് മഹാനായ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം ദുആരുന്നു, അല്ലാഹുവേ, സ്വർഗ്ഗത്തിലെല്ലാ നബിക്കും നീ ഒരു കൂട്ടുകാരനെ വെച്ചിട്ടുണ്ടല്ലോ, എനിക്കും ഒരു കൂട്ടുകാരനുണ്ടല്ലോ. ആ കൂട്ടുകാരൻ ആരാണെന്ന് എനിക്ക് നീ കാണിച്ചു തരണേ അല്ലാഹ്. ഉമ്മ ദുആരുന്നത് ഉമ്മയുടെ മനസ്സിലുള്ളൂ, മോൻ അത് കേട്ടിട്ടില്ല കേട്ടോ. അതിവിടെ നടന്നു. അപ്പുറത്ത് മൂസാ നബി ദുആരൊക്കെ ഇതൊന്നും അറിയാതെ, മൂസാ നബിനെ കണ്ടിട്ട് പോലുമില്ല ഉമ്മ. ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളാണ്. അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പൊ നമ്മളൊക്കെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളാ, പക്ഷെ നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല അല്ലേ? മൂപ്പരെ കണ്ടവരാരെങ്കിലും ഉണ്ട് ഈ കൂട്ടത്തില്? ടി വി കണ്ടതല്ല, നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല. കാലഘട്ടത്തിൽ ജീവിക്കുന്നുണ്ടാവും. മൂസാ നബി ഇതേ സന്ദർഭത്തിൽ അവിടെ ദുആരുന്നു, പടച്ചോനെ എന്റെ റഫീഖ് സ്വർഗത്തിലത് ആരാന്ന് എനിക്ക് ഇവിടുന്ന് കാണണം, കാണിച്ചെന്നുള്ള. മൂസാ നബിയോട് അല്ലാഹു പറഞ്ഞു, ദുആ സ്വീകരിച്ചിട്ടുണ്ട്, നേരെ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുക, വലതുവശം പിടിച്ച് നടക്കുക. ആദ്യം കാണുന്ന ആളാരോ അയാളായിരിക്കും അങ്ങയുടെ സ്വർഗത്തിലെ റഫീഖ്, കൂട്ടുകാരൻ. കണ്ടാൽ മാത്രം പോരാ, അയാളോട് ആ വിവരം അങ്ങ് പറയുകയും വേണം നബിയേ. മൂസാ അലൈഹിസ്സലാം വലത്തേക്ക് തിരിഞ്ഞു. ആദ്യം കണ്ട ചെറുപ്പക്കാരൻ ജീവിതത്തിൽ ആദ്യമായി കണ്ട ആള്, ഒരു യോഗ്യതയും അയാളിൽ കണ്ടില്ല. എന്നാലും അല്ലാഹു അറിയിച്ച വഴിയല്ലേ. മൂസാ നബി അയാളോട് പറഞ്ഞു, സഹോദരാ, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. നിങ്ങളോടൊരു സന്തോഷ വാർത്ത ഞാൻ പറയട്ടെ. ആ വാക്കിന്റെ ഗൗരവവും ആ വാക്കിന്റെ സത്യസന്ധതയും, പറയുന്ന മനുഷ്യന്റെ ഈമാൻ തളം കെട്ടി നിൽക്കുന്ന മുഖഭാവവും ഇത് മൂസാ നബിയാണെന്ന് അറിയാതെയായി സഹോദരൻ കേൾക്കുന്നത്. എന്താ പറയാനുള്ള സന്തോഷ വാർത്ത? അള്ളാഹുവിന്റെ കലീമായ മൂസാ നബിക്ക് സ്വർഗത്തിൽ ഒരു കൂട്ടുകാരനെ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ആ കൂട്ടുകാരൻ താങ്കളാണെന്ന് വഹി വന്നിട്ടുണ്ട് കുറച്ചു മുമ്പ്. ഈ വിവരം നിങ്ങളെ അറിയിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ആരാ പറഞ്ഞെന്നൊന്നും ചോദിച്ചില്ല, കൈക്കങ്ങോട്ട് പിടിച്ചു ഈ ചെറുപ്പക്കാരൻ. നേരെ ഉമ്മാന്റെ അടുത്തേക്ക് പോയി. ഉമ്മാന്റെ അടുത്ത് ചെന്നു. എന്റെ ഉമ്മ സന്തോഷിക്കുമല്ലോ, എന്റെ ഉമ്മ സന്തോഷിക്കുമല്ലോ. ഉമ്മാന്റെ മുന്നിലേക്ക് ആരാണെന്നറിയാതെ മൂസാ നബിയെ കൊണ്ടുവന്ന് നിർത്തി. എന്നിട്ട് ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, ഞാനൊരു സന്തോഷ വാർത്ത പറയട്ടെ. ഈ സഹോദരൻ, ഞാൻ ആദ്യമായി കാണുന്ന സഹോദരൻ, സത്യസന്ധതയും ഒരു വലിയ പക്വതയും നിറഞ്ഞു നിൽക്കുന്ന മുഖഭാവത്തിൽ ഈ സഹോദരൻ എന്നോട് പറഞ്ഞ ഒരു സന്തോഷ വാർത്ത, ഉമ്മാന്റെ പൊന്നുമോൻ മൂസാ നബിയുടെ കൂട്ടുകാരനായി നാളെ സ്വർഗത്തിലെത്തുമെന്ന വഹയി വന്ന വാർത്ത ഈ സഹോദരൻ എന്നോട് പറഞ്ഞെന്ന് പറയുമ്പോൾ തളർന്നു കിടക്കുന്ന ഉമ്മ ഈ വാക്ക് കേട്ടിട്ട് ചാടി എഴുന്നേൽക്കുകയാ. പൊന്നുമോനോട് ചോദിച്ചു, ഒന്നുകൂടി അറിയാനുള്ള ആകാംക്ഷയിൽ, സന്തോഷത്തിന്റെ ആധിക്യത്തിൽ ചോദിച്ചു, ആരായി സന്തോഷം പറഞ്ഞത് മോനെ? ഉമ്മ ഈ സഹോദരനായി സന്തോഷം പറഞ്ഞത്. മഹാനായ മൂസാ നബിയുടെ നേരെ ആ ചെറുപ്പക്കാരൻ വിരൽ ചൂണ്ടുമ്പോൾ സ്തംഭിച്ച് മൗനിയായി നിൽക്കുന്ന മൂസാ നബിയോട് ഉമ്മ ചോദിക്കുന്നുണ്ട്, എന്റെ മകന് വേണ്ടി ഈ കാര്യം നിങ്ങൾ പറയാൻ നിങ്ങൾ ആരാ നിയോഗം
നിയോഗിച്ചത്. മഹാനായ മൂസാ നബി പറയുകയാ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്നോട് വഹി അറിയിച്ചതാ. അല്ലാഹു വഹി അറിയിച്ചോ? അപ്പോൾ താങ്കൾ ആരാണ്? ഉമ്മാ അന കലീമുല്ലാഹി വ നബിയുല്ലാഹി മൂസാ. അല്ലാഹുവിന്റെ കലീമായ മൂസ നബി ഞാനാണ് ഉമ്മ. ഉമ്മാന്റെ ദുആ കൊണ്ട് ഒരു മകൻ വളർന്നതാ. നമുക്കും അങ്ങനെ ഉത്തരവാദിത്തങ്ങളുണ്ട്. പ്രാർത്ഥന വേണം സഹോദരി. ഒരിക്കലും മക്കളെ ശപിച്ചു പറയല്ലേ. ഒരിക്കലും മക്കളെ ശൈത്വാനെ എന്ന് വിളിക്കല്ലേ. എട ശൈത്വാനെ എന്ന് വിളിക്കല്ലേ. എട പിശാചേ എന്ന് വിളിക്കല്ലേ. എട വൃത്തികെട്ടവനെ എന്ന് വിളിക്കല്ലേ. നീ അങ്ങനെ വിളിക്കുന്നത് ഒരു പ്രാർത്ഥനയുടെ സ്ഥാനത്താ. ശൈത്വാനെ എന്ന് വിളിച്ചു കഴിഞ്ഞാ, ശൈത്വാനെ എന്ന് വിളിച്ച ഒരു ഉമ്മ പറഞ്ഞത് ഞാൻ കേട്ടതാ. എന്റെ മോളെ ഞാൻ 20 വയസ്സ് വരെ വളർത്തിയിട്ട് ഒറ്റ ദിവസം പോലും, ഒറ്റ പ്രാവശ്യം പോലും എന്റെ മോളെ ശൈത്വാനെന്ന് ഞാൻ വിളിച്ചിട്ടില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുമെന്ന് ഒരു ഉമ്മനോട് പറഞ്ഞതാ. നമ്മൾ ഇന്ന് കാലത്തിൽ 3 പ്രാവശ്യം വിളിച്ചിട്ടുണ്ടാവും, വൈകുന്നേരം ഒരു 5 പ്രാവശ്യം വിളിച്ചിട്ടുണ്ടാവും. ഇഷാക്ക് ഇങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ചിലപ്പോൾ ചെറുപത്തരിക്ക് ഒരു ഏറും കൊടുത്തിട്ടുണ്ടാവും. ഇത് വിളിച്ചിട്ടുണ്ടാവും അതിന്റെ കൂടെ. കാരണം പിള്ളേർ ആ കോലത്തേക്കാണ്. പിന്നെ ഇതല്ല, അതിന്റെ അപ്പുറത്തേക്ക് വേറെ വല്ലതും വിളിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പൊ ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. ശൈത്വാനെന്ന് വിളിക്കാൻ പാടില്ല. മക്കളെ ശപിക്കൽ സോദര തെറ്റുള്ളതാ. അത് നിന്നെ നീ തന്നെങ്കിലും കേസുള്ളതാ. ചോദ്യത്തിനുത്തരമുള്ള നേരത്തോടിത് മുട്ടുന്ന നേരെ താണ് കൈ കടിക്കുന്നത്. മക്കളെ ശപിക്കാനേ പാടില്ല. നിങ്ങൾ നിങ്ങൾക്കെതിരെ ദുആരക്കല്ലേ. ഒന്നങ്ങോട്ട് മരിച്ചെങ്കി മതിയായിരുന്നു. ഉമാറി ഇടങ്ങേറ് ഇതൊന്നും കാണണ്ടല്ലോ. ആ വണ്ടി ഇടിച്ചത് എന്നെ അറിഞ്ഞെങ്കിൽ മതി അല്ലാ അതൊക്കെ പറയൂലേ. അല്ലാഹുവേ പഠിച്ചോ കാക്കട്ടെ വിവരക്കേടാ. നിങ്ങളെ തന്നെ നിങ്ങൾ ശപിക്കല്ലേ. ഈ നശിച്ച മുതലാണ് ഇവിടെ ഇടങ്ങേറ്. സ്വന്തം സമ്പത്തിനെ ശപിക്കല്ലേ. മക്കളെയും ശപിക്കല്ലേ. അല്ലാഹുവോട് ഒരു സമയമുണ്ട്. ആ സമയത്തിൽ നിങ്ങൾ കണ്ടുമുട്ടല്ലേ പ്രാർത്ഥനയിൽ. അത് ഫലിക്കും എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ എന്റെ മോളെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒന്നാലോചിച്ചേ, ഞാൻ എന്റെ മോനെ ഒരിക്കൽ അങ്ങനെ പറഞ്ഞിട്ടില്ലേ? എന്നാൽ അതിന്റെ പരിഹാരം കേട്ടോളൂ. പിഴച്ചെന്ന് കണ്ടാൽ കൈ ഉയർത്തി നീ തേടണം. അതുമാത്രമല്ല ശരിക്ക് ഭരമേൽപ്പിക്കണം. എന്നാൽ നിനക്ക് ഫലപ്പെടുന്നൊരു രീതിയിൽ അല്ലാഹു തന്നെ ശരിപ്പെടുത്തും ഭാവിയിൽ. പടച്ച റബ്ബിന്റെ ഖളാഇൽ നമ്മുടെ മക്കളെ നമ്മൾ ശപിച്ചത് സ്ഥിരപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതിനെ തിരുത്താൻ കഴിയുന്നത് ഇല്ലാ ബിദ്ദുആ. നബിയേ മുഹമ്മദ് മുസ്തഫ, മക്കൾ നന്നാവാൻ നമ്മുടെ ഒരു വലിയ അമാനത്താ. നമ്മൾ ദ്വാരക്കണേ. ഭർത്താവ് നന്നാവാൻ നമ്മുടെ ഒരു അമാനത്താ. നമ്മൾ ദ്വാരക്കണേ. മക്കളുടെ കയ്യിൽ അർഹതയില്ലാത്ത പ്രായത്തിൽ മൊബൈൽ കൊടുക്കല്ലേ. മക്കളുടെ കയ്യിൽ അർഹതയില്ലാത്ത പ്രായത്തിൽ വാഹനം കൊടുക്കല്ലേ. അലാറം വെക്കാൻ മകളുടെ കയ്യിൽ മൊബൈൽ കൊടുത്തിട്ട് പോവല്ലേ ഉമ്മ. കാലം മോശമാ. നീ അലാറം വെക്കാ. 4 മണിക്ക് എഴുന്നേറ്റ് മകള് പഠിക്കാൻ നീ അലാറം വെച്ച് എഴുന്നേൽക്ക. നിന്റെ അമാനത്താണത്. മാത്രവുമല്ല, മകൾക്ക് ഉറക്കം വരുന്നു എങ്കിൽ നീ കട്ടൻ ചായ ഉണ്ടാക്കി കൊടുക്ക. മകൾക്ക് കൂട്ടിരിക്ക. പൊന്നാരമോളും മനസ്സലിഞ്ഞ് പറയും, ഉമ്മച്ചി ഉറക്കം തൂങ്ങേണ്ടതല്ല, പോയി കിടന്നോളൂ. മക്കൾ
നല്ലവരായിരിക്കാം. ഇബ്ലീസ് പരന്ന് പടർന്ന് പ്രവിശാലമായി വഴിപിഴപ്പിക്കൽ നടക്കുന്ന കാലഘട്ടത്തിൽ മതനിരാസവും ഒളിച്ചോട്ടവും ലഹരി ഉപയോഗവും അള്ളാനെ തള്ളിപ്പറയുന്ന വർത്തമാനങ്ങളും സുന്നത്ത് ജമാഅത്ത് വേണ്ടാന്ന് വെക്കുന്ന രീതികളും ദിക്ർ വേണ്ട, സ്വലാത്ത് വേണ്ട, നിസ്കാരം വേണ്ട, ഈ ആധുനികതയിൽ ഈ അടുത്ത കാലഘട്ടത്തിൽ 1 കൊല്ലം മുന്നേ ഒരു മകൻ ഒരു ആക്സിഡന്റിൽ മരിച്ചു. അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. 3-4 മാസം മുന്നേ അവന്റെ ഉമ്മ എന്റെ അടുത്ത് പറഞ്ഞു, അവന്റെ റൂം വൃത്തിയാക്കുമ്പോൾ കട്ടിലിന്റെ താഴെ നിന്നും പലപ്പോഴും ഡ്രഗ്സിന്റെ കവർ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നീട് കുറെ കഴിഞ്ഞാണ് ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ചത്. നിസ്കരിക്കാൻ പള്ളിയിൽ സുബഹിയുടെ ജമാഅത്തിന് വന്നിരുന്ന മോന, അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അല്ലാഹുവേ നീ ഞങ്ങളെ നന്നാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നീ കബൂലാക്കണേ അല്ലാ. ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ്